അങ്ങനെയാണെങ്കിൽ അബൂദബി എന്ന് പറഞ്ഞാൽ മാനിന്റെ വാപ്പ എന്നർത്ഥം വരും. മാനുകൾ ഉള്ള സ്ഥലം അബൂദബി എന്ന് പറഞ്ഞതിന് അർത്ഥം അത്രയേ ഉള്ളൂ. മാനുകൾ ഉള്ള സ്ഥലം, മാൻപേടകൾ ഉള്ള സ്ഥലം. ആ സംശയം ഇപ്പോൾ തീർന്നില്ലേ? അബൂദബി എന്ന് പറയുമ്പോ മാനിന്റെ വാപ്പ എന്നിട്ട് തോന്നിപ്പോയോ? അബൂ തുറാബ് മണ്ണിന്റെ വാപ്പയല്ല, മണ്ണിൽ പുരണ്ട് കിടക്കുന്നവരെ അലിയാരെ എഴുന്നേൽക്കൂ എന്ന് ഹബീബ് വിളിച്ചു. നിബിതങ്ങൾ വിളിച്ച ഈ വിളി അലി റളിയല്ലാഹു അൻഹുവിന് ഇഷ്ടമായിരുന്നു. മഹാനവറുകളെ വേദനിപ്പിക്കാനല്ല, സന്തോഷിപ്പിക്കാനാ വിളിച്ചത്. സന്തോഷം തോന്നുമ്പോഴാണ് ഇമാം ബുഖാരി തങ്ങളുടെ ഹദീസാണത്. അതുകൊണ്ട് ഈ വാക്കുകൾ ഞാൻ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. ഒരു ഹദീസ് പഠിച്ചു എന്ന് വിചാരിക്കുക അല്ലെ? യാ അബാ ഉമൈർ മാ ഫഅല നുഗൈർ, അതാണ് ഹദീസിന്റെ ഭാഗം. യാ അബാ ഉമൈർ, പിന്നെ മാ ഫഅല അന്നുഗൈർ. ഓർമ്മണ്ടല്ലോ? ഇനി കുറച്ച് കഴിഞ്ഞാൽ അവസാനത്തിലെ ചോദ്യം ഉണ്ടാവും, അതിൽ ഉത്തരമുള്ളവർക്ക് സമ്മാനം ഉണ്ടാവേ. യാ അബാ ഉമൈർ മാ ഫഅല അന്നുഗൈർ എന്ന് അനസ് എന്നവരുടെ സഹോദരനെ അബീർ എന്ന് വിളിക്കുന്ന അറബ് സംസ്കൃതി സ്നേഹത്തിന്റെ വാക്ക്. കൂടെ ജോലി ചെയ്യുന്ന അറബി സുഹൃത്തുക്കളൊക്കെ അപ്പൊ അവൻ എന്നെ എന്റെ മോന്റെ പേരിലേക്ക് എനിക്ക് എന്താ ഇങ്ങനെ വിളിക്കുന്നത്. അപ്പൊ അവർ പരിചയപ്പെടുമ്പോൾ ചോദിക്കും കുട്ടിയുടെ പേര്, മോന്റെ പേര് പറഞ്ഞു. ആൺകുട്ടിയോ ആകുമ്പോ ആൺകുട്ടി ചേർത്തിട്ടാ പറയാം. അബൂജാദ് എന്ന് വിളിക്കാറ്. മലയാളികൾ അങ്ങനെ വിളിക്കൂല്ലോ. പറഞ്ഞ എന്താ ഇയാളേതാ ജാർന്ന മോന്റെ പേര് അബൂജാദ്. കുട്ടിക്ക് ഉമൈർ എന്ന മോനോ ഇല്ല. അവരബൂന്ന് ചേർന്ന മഹാനായ സ്വഹാബി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇല്ലേ, അബൂബക്കർ എന്നവർക്ക് ബക്കർ എന്ന് പറഞ്ഞ കുട്ടി ഇല്ല. എന്നാലും പേര് വെക്ക. ജനിക്കുമ്പോഴേ ആ കുട്ടിക്ക് ജനിക്കാൻ പോണ പേര് വേണമെങ്കിൽ വാപ്പാക്ക് വെച്ചുകൊടുക്കാം. ഒരു കുട്ടി ഇപ്പൊ ജനിച്ചതേ ഉള്ളൂ. ആമിർ എന്ന് പറഞ്ഞൊരു കുട്ടി ജനിച്ചെന്ന് വിചാരിക്കുക. അപ്പോഴേ ആമിർക്കയുടെ ഉപ്പാക്ക് വേണമെങ്കിൽ അല്ലാഹു യർഹം, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യാണ് സദസ്സിൽ. വേണമെങ്കിൽ പറയാം എന്റെ കുട്ടിന്റെ പേര് എന്താണ്, അബൂ മുഹമ്മദാണ്. അപ്പൊ ജനിക്കാൻ പോകുമ്പോ കല്യാണമൊക്കെ കഴിച്ചിട്ട് ജനിക്കുന്ന കുട്ടിക്ക് എന്റെ വാപ്പ ഇഷ്ടപ്പെട്ടത് മുഹമ്മദ് എന്നല്ലേ, മോന്റെ പേര് മുഹമ്മദ് ആയിക്കോട്ടെ. ചെറുപ്പത്തിലെ അങ്ങനെയല്ലേ വിളിച്ചു വരുന്നത്. അങ്ങനെയൊക്കെ ഉണ്ട് അറബ് സംസ്കാരത്തിൽ, ഇസ്ലാമിന്റെ സംസ്കാരത്തിൽ. യാ അബാ തുറാബ് മാ യാ അഖും യാ അബാ തുറാബ്. ഷാമുകാരായ ആളുകൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് അന്നത്തെ രാഷ്ട്രീയമായ നിലപാടുകളിൽ വ്യത്യാസമുണ്ടായിരുന്നവർ അലി എന്നവരെ ദേഷ്യപ്പെട്ടിട്ട് അവർ പറയുമായിരുന്നു, അബൂ തുറാബ് മാ യഫ്അൽ, എന്താണ് അബൂ തുറാബ് എന്നവര് ചെയ്യുന്നത് എന്നൊക്കെ അലി തങ്ങളോട് ദേഷ്യപ്പെട്ടിട്ട് പറയാറുണ്ടായിരുന്നു. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ജനങ്ങളെ, നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ പറയുന്ന ഈ വാക്ക് ആരാണ് ആദ്യം പറഞ്ഞതെന്നറിയുമോ? അതെന്റെ ലോകത്തിന്റെ ഗുരു, എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഉപ്പ, ലോകത്തിന്റെ മുർസലായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വെച്ച പേരാണത്. അത് ചീത്ത വിളിക്കാനാണോ എന്നെ ഉപയോഗിക്കുന്നത്? അത് റസൂലുള്ളാഹി തങ്ങൾ വെച്ചു തന്ന പേരാണല്ലോ. സന്ദർഭവുമായി ബന്ധപ്പെട്ടിട്ട് അബൂ ഉമൈർ എന്ന കുട്ടി കല്യാണം കഴിച്ചിട്ട് പോലുമില്ല, ചെറിയ കുഞ്ഞ. പക്ഷേ കുട്ടിക്ക് വാപ്പട്ട പേരതാണ്, ഉമൈറിന്റെ വാപ്പാന്ന്. ഈ കുട്ടി വലുതായിരുന്നുവെങ്കിൽ, കല്യാണം കഴിച്ച കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ തന്റെ കുഞ്ഞിന് ഉമൈർ എന്നാക്കും പേര് വെക്കുക. വാപ്പയോടുള്ള സ്നേഹം ഉണ്ടാവുമ്പോൾ അങ്ങനെ ചെയ്യും. നിർബന്ധമൊന്നുമില്ല അങ്ങനെ ചെയ്യണമെന്ന്. ഇല്ലാത്ത മക്കളുടെ പേര് എന്ത് ചെയ്യും? പേരിടും. ഇപ്പൊ മക്കളില്ലാത്ത ദമ്പതികളാണ്. മുഹമ്മദും ഒരു ഫാത്തിമയും ഉണ്ട് എന്ന് വിചാരിക്കുക. ഒരു ഭാര്യയും ഒരു ഭർത്താവും, മക്കളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു സന്തോഷത്തോടെ മുഹമ്മദ് എന്ന തന്റെ ഭർത്താവിന് ഒരു പേര് വെക്കുക. അബൂ സുബൈർ, അബൂ ഖാസിം, അബൂ ഹംസ, എന്തെങ്കിലും പേര്. കുട്ടി ഉണ്ടാവട്ടെ എന്ന ആ ഒരു ശുഭാപ്തി വിശ്വാസം. അള്ളാഹു അത്തരം ദമ്പതികൾക്കൊക്കെയും കൺകുളിർമയുള്ള മക്കൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളുണ്ട് അസ്മാ റളിയല്ലാഹു അൻഹ. അസ്മാ ബീവിക്ക് ഒരു സ്ഥാനപ്പേരുണ്ട്. അതെന്താന്ന് അറിയുന്ന ഒരു കൈപൊക്കിയട്ടെ. അസ്മാ ബീവി അറിയപ്പെടുന്ന ഒരു പേരുണ്ടല്ലോ, ഒരു കുഞ്ഞത്ത് പേരുണ്ട്. അന്നറിയുന്നൊരു കൈപൊക്കിയാട്ടെ. ആണുങ്ങളുടെ കൂട്ടത്തിലാണ് അതിന് ചാൻസ് ഉള്ളത്. ഉത്തരം പറഞ്ഞ സമ്മാനം ഉണ്ടാവും. പറഞ്ഞോളൂ, എന്താണ്?
അസ്മാ ബിവി അറിയപ്പെടുന്നൊരു പേരുണ്ട്. എന്താണ്? നിങ്ങൾ അതല്ല ഉദ്ദേശിച്ചത്? എന്നാ പിന്നെ എന്തായാലും സമ്മാനം കൊടുക്കണം. ഓ ബിസ്മില്ല, അതെന്തായാലും ഓർമ്മയിൽ നിന്ന് പൊടി തട്ടിയെടുത്തില്ലേ? ദാത്തുൻ നിതാഖൈൻ എന്നാണ് പറയാ. ബിസ്മില്ല. അത് സന്തോഷത്തിന് ഓർമ്മക്കും ഇൻഷാ അല്ലാഹ്. ഞാൻ പേര് മറക്കണ്ട. അസ്മാ ബിവിയുടെ 100 വയസ്സ് കഴിഞ്ഞ് മരിച്ച മഹദിയാണ് അസ്മാ റളിയല്ലാഹു അൻഹാ. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരുടെ ഉമ്മയാണത്. അസ്മാഉ ദാത്തുൻ നിതാഖൈൻ. ദാത്തുൻ നിതാഖൈൻ, 2 ബെൽറ്റുകളുടെ സഹോദരി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. നിതാഖൈൻ. നിതാഖ് എന്ന് പറഞ്ഞ സ്ത്രീകൾ ധരിക്കുന്ന ബെൽറ്റാണ്. ഡ്രസ്സിന്റെ മധ്യത്തിലൊക്കെ വെക്കുന്ന ചില ബെൽറ്റ് പോലെ കാണില്ല, അതിനാണ് നിതാഖ് എന്ന് പറയാ. നിതാഖൈൻ, 2 ബെൽറ്റുകളുടെ ഉടമ എന്നർത്ഥമുള്ള പേര്. സിദ്ദീഖ് തങ്ങളുടെ പ്രിയപ്പെട്ട മോള് അസ്മാ റളിയല്ലാഹു അൻഹ തന്റെ ഉപ്പയും അള്ളാഹുവിന്റെ റസൂലും വന്ന് ഹിജറ പോകുമ്പോ പരിശുദ്ധമായ മക്കയിൽ നിന്ന് പരിശുദ്ധമായ മദീനയെ ലക്ഷ്യമാക്കി കടന്നു പോകുമ്പോ ശത്രുക്കൾക്ക് പിടികൊടുക്കാതെ ആ സൗർ ഗുഹയിൽ 3 ദിവസം താമസിച്ചുവല്ലോ. ചരിത്രം ഓർമ്മയുണ്ടാകും. ഗുഹക്കുള്ളിൽ ചിലന്തി വന്ന് നെയ്തില്ലേ അല്ലേ? ഒരു പ്രാവും ഒരു ചിലന്തിയുമാണ്. The pigeon and the spider. ഇത് രണ്ടുമാണ് between Rasulullah and the matter. അള്ളാഹുവിന്റെ റസൂലിന് മരണം സംഭവിക്കുന്നതിനിടയിൽ അള്ളാഹു വെച്ചത് ചിലന്തിയും പ്രാവുമാണ്. അവയെ കൊണ്ടുവന്നപ്പോഴാണ് ശത്രുക്കളെ വിചാരിച്ചത് ഇതിനകത്ത് നബി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചത്. ആ ഗുഹക്കുള്ളിൽ 3 ദിവസം നബി തങ്ങൾ തങ്ങുമ്പോ അള്ളാഹുവിന്റെ റസൂലിന് പരിശുദ്ധമായ ആ മല, ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് 3 ദിവസം ഓരോ ദിവസവും 2 തവണ എന്നോണം അള്ളാഹുവിന്റെ റസൂലിന് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തിരുന്ന കാറ്റർ സർവീസ് ചെയ്തിരുന്ന മഹദിയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരൻ സിദ്ദീഖ് എന്നവരുടെ മകൾ ആയിഷ ബീവിയുടെ സഹോദരി. ആയിഷ ബീവിയുടെയും അസ്മാ ബീവിയുടെയും ഉമ്മമാര് 2 പേരാണ്, ഒരു ഉമ്മയല്ല. എന്നാൽ ജ്യേഷ്ഠത്തെയാണ് ആയിഷ ബീവിയുടെ ജ്യേഷ്ഠത്തെയാണ് അസ്മാ ബീവി. അസ്മാ റളിയല്ലാഹു അൻഹാ ഒരു ദിവസം 2 തവണ കയറി ഇറങ്ങിയിരുന്ന മലയാണ്. ഉംറക്ക് പോയാൽ നമുക്ക് 1 തവണ കയറാൻ പറ്റാത്തത് അല്ലേ? ആ പർവ്വതം കണ്ടവരെന്ന് കൈപൊക്കിയാട്ടെ. ഉംറക്കൊക്കെ പോയപ്പോ കാണിച്ചത് ഇതാ നബി തങ്ങൾ താമസിച്ചിരുന്ന സൗർ ഗുഹ. ഹിറാ ഗുഹയല്ല കേട്ടോ, ഇറങ്ങിയ ഗുഹ അത് മക്കയുടെ തൊട്ടുപുറത്ത്, അതിന്റെ ഇച്ചിരി പുറത്തേക്ക് മാറിയിട്ടുള്ള വടക്ക് ഭാഗത്തുള്ള കണ്ടവരുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹു ഇവിടങ്ങളിലൊക്കെ ഒരുപാട് തവണ എത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ ഹറമൈനികളിൽ മക്കയിലും മദീനയിലും അവിടുത്തെ ഒരുപാട് ശ്രേഷ്ഠമായ ഇടങ്ങളിലൊക്കെ അള്ളാഹു നമ്മെ എത്തിച്ചു തരട്ടെ. ആ മലയിൽ കയറിയവരെന്ന് ഹിറാ ഗുഹയിലല്ലേ, സൗർ ഗുഹയിൽ കയറിയവരെന്നെ കൈപൊക്കിയാട്ടെ. ജാതിരിക്കാർ വളരെ ഉഷാറാണല്ലോ. നിങ്ങൾക്ക് ബാധകല്ല, ഞാനിപ്പോ നേരത്തെ പറഞ്ഞ സെന്റൻസ് ഇട്ടാ. നിങ്ങൾക്ക് ഉഷാറാണ്. കയറി അസ്മാ റളിയല്ലാഹു അൻഹാ 2 തവണയാണ് ദിവസം കയറി ഇറങ്ങിയത് ഭക്ഷണവുമായിട്ട്. അങ്ങനെ ഒരു ദിവസം കൊണ്ടുപോകുമ്പോ ഭക്ഷണം പൊതിക്കാനുള്ള കിട്ടുന്നില്ല, കയറ് കിട്ടും. ഇരുന്ന ഒരു ഉണ്ട്, ആ 2 ഭാഗമായി ആ ബെൽറ്റ് കൊണ്ട് ഭക്ഷണം കൊണ്ട് ബെൽറ്റായി ഉപയോഗിക്കുകയും ബെൽറ്റാക്ക് എന്നർത്ഥത്തിലാണ് അള്ളാഹുവിന്റെ റസൂൽ വിളിച്ചത്. സ്വർഗത്തിലെ അവിടങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് കിട്ടുന്ന മറ്റൊരു സ്ഥാനപ്പേരാണ് ദീനിൽ അനുവദിക്കപ്പെട്ട. ഇതിൽ അല്ലാഹു തആല സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ് എപ്പോഴും അബൂ അല്ലെങ്കിൽ സ്ഥാനപ്പേരുകളായി വിളിക്കുന്ന കുഞ്ഞത്ത് നാമങ്ങൾ. ഒരു സ്ഥലത്തൊഴികെ ഖുർആനിൽ ഒരിടത്ത് മാത്രമാണ് അല്ലാഹു സ്നേഹമില്ലാത്ത ഒരാളെ അയാളുടെ പേര് പറയാതെ അല്ലാഹു കുഞ്ഞത്ത് പറഞ്ഞത്. അതാരാ? ക്യാമറമാൻ ഇപ്പൊ ഉത്തരം കൊടുക്കാൻ പറ്റുമോ? അപ്പോ എപ്പോഴും അയാൾ
വെക്കുന്ന ഒരാൾക്ക് സമ്മാനം കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ പാനിൽ പറയുന്നത് പറ്റൂല. ശരിക്കും എന്താ കൊടുക്കല്ലേ? ഡോളർ കൊടുക്കണം എന്ന് പറഞ്ഞു. മാഷാ അല്ലാഹ്. ഉത്തരം പറഞ്ഞ ശരിയാണ്. ഡോളർ കൊടുക്കണം എന്ന് പറഞ്ഞ ശരിക്ക് ഡോളർ ഇല്ല. ദിറംസ് കൊടുക്കല്ലേ? ചെറിയൊരു എന്തായാലും ഒരു സന്തോഷമല്ലേ. ഒരു കോഴിക്കോട്ടുകാരനാണ്, ബേപ്പൂരുകാരനാണ്. പരിപാടിയൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ആളാണ്. അബൂ ലഹബ്. ഇത്ര ശരിയാ. ഏത് സൂറത്തില്? സൂറത്തുൽ മസദ്. നമുക്ക് നോതല്ലേ ഫ്രഷ് ആവാൻ ഓതിക്കൊള്ളൂട്ടോ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تبت يدا أبي وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة في جيدها حبل രണ്ട് കരങ്ങളും നിന്ന് അവന്റെ മക്കളോ ഉപകാരം ചെയ്തില്ല. തീജ്വാലകളുള്ള നരകത്തിലേക്ക് അയാൾ പ്രവേശിക്കുക തന്നെ ചെയ്യും. അദ്ദേഹത്തിന്റെ ഭാര്യ ഉമ്മു ജമീലും നരകത്തിലാണ്. അല്ലാഹുവിന്റെ റസൂലിനെ ഉപദ്രവിച്ചവരാണ്. അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി പറയാൻ പാടില്ലാത്തത് നാട് മുഴുക്കെ പറഞ്ഞു നടന്നിരുന്ന പെണ്ണാണവൾ. അവരുടെ കഴുത്തിൽ ഈനാലുള്ള ഒരു മാല അള്ളാഹു നരകത്തിൽ ചാർത്തി കൊടുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ സൂറത്ത്. അബൂ ലഹബിന്റെ ശരിയായ പേര്. ഒരു സമ്മാനത്തിന് കൂടെ ചാൻസ് ഉണ്ട്. ഇങ്ങനെ സമ്മാനം തന്നാ ഞാൻ ഇപ്പൊ പാപ്പരായി പോകും. ഈ ഒരു ചാൻസ് എന്തായിരുന്നു അബൂ ലഹബിന്റെ ശരിക്കുള്ള പേര്? കൈപൊക്കിയാൽ മതി അറിയുന്നവര് പറഞ്ഞോളെ. അവര് നിങ്ങള് ബാക്കിൽ ഒരാള് ആദ്യം കൈപൊക്കി പോയി. എന്താണ്? അബൂജഹലോ? അല്ല, അബൂജഹലും അബൂ ലഹബും രണ്ടാളാണ്. അബുൽ ഹക്കം അല്ല, അതൊക്കെ അബൂജഹലിന് അവരാണ്. അബുൽ ഹക്കം നബി അബൂജഹൽ. അബൂ ലഹബ് ലഹബിന്റെ വാപ്പ. ലഹബ് ഒരു ചാൻസ് ഇവിടെ ഒരു അത് അബൂ ജഹലിന്റെ പേരാണ്. നല്ല ഉത്തരാണ്, പക്ഷെ നമുക്ക് വേണ്ടി ഉത്തരായിട്ടില്ല. അബൂ ജഹലിന്റെ പേരാണ് അബൂ ലഹബ്. അബീ ലഹബ് എന്ന് പറഞ്ഞില്ലേ, മൂപ്പരുടെ പേരെന്താണെന്നാണ്. അപ്പോ സമ്മാനം ക്രിസ് മാസ്റ്റർക്ക് തന്നെയാണ് എന്ന് ആര് പറഞ്ഞല്ലോ? എന്താ? മാഷാ അല്ലാഹ്. ഒരു അല്ലാഹു അക്ബർ പറഞ്ഞാട്ടെ. അല്ലാഹു അക്ബർ. സമ്മാനം കൊടുക്കണ്ടേ? അതൊരു നല്ല ഉത്തരാണല്ലേ. കുറെ ആളുകളുടെ റോങ് ആൻസറിന്റെ ഇടയിൽ ഒരു നല്ല ആൻസർ വന്നിരിക്കുകയാണ്. പേര്, നിങ്ങളെ പേരെന്താ? റസാഖോ? അബ്ദുൾ റസാഖോ? സ്ഥിര ഉത്തരം വരുന്ന ആളാ? മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ. അമേരിക്കൻ കൊണ്ടേ കൊടുത്തേ. ഇങ്ങോട്ട് വരുത്തണ്ട. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾക്ക് ഉറക്കം വരണ്ടെന്ന് വിചാരിച്ചിട്ടുള്ള ചെറിയൊരു ഏർപ്പാടും കൂടിയാണ് ഇതിട്ടാ. അപ്പോ അബ്ദുൽ ഉസ്സ എന്ന പേര്, അബ്ദുൽ ഉസ്സ എന്ന പേര് ഒരു കുട്ടിക്ക് ആരും ഇടാൻ പാടില്ലേ? അത് വേറെ വിഷയം. അബ്ദുൽ ഉസ്സ എന്ന് പറഞ്ഞാൽ ഉസ്സ എന്ന വിഗ്രഹത്തിന്റെ അടിമ എന്നാണ്. അപ്പൊ ചെറിയ ഉത്തരം മനസ്സിലായി കാണും. എന്തേ അള്ളാഹു അബൂലഹബിനെ അബൂലഹബ് എന്ന് വിളിച്ചത്? അബൂ എന്ന പേരൊക്കെ സ്നേഹം തോന്നുമ്പോൾ വിളിക്കുന്ന പേരാണല്ലോ. പക്ഷെ ഖുർആനിൽ അബൂലഹബിന് അബൂലഹബ് എന്നാണല്ലോ വിളിച്ചത്. ലഹബ് എന്നാൽ അബൂലഹബിന്റെ മോന്റെ പേര്. അദ്ദേഹത്തിന്റെ മുഖത്തിനൊരു വെളിച്ചെണ്ണ, നല്ല ചുറുക്കുള്ള മനുഷ്യനായിരുന്നു അബൂലഹബ്. പറയുന്നുണ്ട്, എന്റെ ഉപ്പയുടെ കൂടെ ഞാൻ അങ്ങാടിയിലൂടെ നടന്നു അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ കണ്ടു.
ജനങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വസിക്കണേ, ആരാധനായ ഒരേ ഒരുത്തനെ വിശ്വസിക്കണേ, നിങ്ങളുണ്ടാകുമെന്ന് മുദ്രിതങ്ങൾ ഇങ്ങനെ പറയുമ്പോ ബാക്കിൽ നിന്ന് പറയുന്നുണ്ട് നുണ പറയുന്ന ആളാണ് ഇയാളെന്ന്. നബിയെ പറ്റി ബാക്കിൽ നിന്ന് പറയുന്നുണ്ട്. നല്ല മുഖമുള്ള ആൾ, നല്ല ശോഭയുള്ളവരാ. ചോദിച്ചു, നിങ്ങളെ അങ്ങനെ ചീത്ത പറയുകയും ഹബീബൻ ചെയ്യുന്ന ആളെ ചോദിച്ചോ? എന്റെ വാപ്പ എനിക്കെന്ന് പറഞ്ഞു തന്നു. സ്വന്തം വാപ്പയുടെ ജ്യേഷ്ഠനാണ് അബൂലഹബ്. അബൂനത് എന്ന് എന്നത് നല്ല അബൂ ത്വാലിബിന്റെ തൊലി നിറത്തോട് സാദൃശ്യമുള്ള ആള് തന്നെയാണ് അബൂലഹബ്. അതുകൊണ്ടാണ് ജനങ്ങൾ അബൂലഹബ്, തീജ്വാല പോലോത്ത മുഖമുള്ള ആള്, ശോഭയുള്ള ആള് എന്ന അർത്ഥത്തിൽ ജാഹിലിയത്തിൽ പേര് വെച്ചത്. പരിശുദ്ധ ഖുർആനെങ്ങാനും അബൂലഹബ് എന്ന് പറയാതെ അബൂലഹബിന്റെ ഒറിജിനൽ പേര് അവിടെ പറയുകയാണെങ്കിൽ തബ്ബത് യദാ അബീ ലഹബിൻ എന്ന് പറയാതെ തബ്ബത് യദാ അബ്ദുൽ ഉസ്സ എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാത്ത ദൈവങ്ങൾക്ക് സൃഷ്ടികളുണ്ട് എന്ന തത്വത്തിൽ അല്ലാഹു സമ്മതിക്കുന്ന പോലെ വരും. അതുകൊണ്ടാണ് അല്ലാഹുവേതര ദൈവങ്ങളുടെ പേര് ഒരാളിലേക്കും ചേർത്തിയിട്ട് പറയാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടും വിശുദ്ധ ഖുർആനിന്റെ മഹത്വം സൂക്ഷിച്ചുകൊണ്ടും അബൂലഹബ് എന്ന് തന്നെ പറഞ്ഞത്, അബ്ദുൽ ഉസ്സ എന്ന് വിളിക്കാതിരുന്നത് അത് അല്ലാഹുവിന്റെ ഇഷ്ടം കൊണ്ടല്ല. എന്നിട്ട് ആ ലഹബ് എന്ന വാക്കിനോട് ചേർത്തിട്ട് പറഞ്ഞു തീജ്വാലകളുള്ള ലഹബുള്ള നരകത്തിലേക്ക് അബൂലഹബ് കക്കുക തന്നെ ചെയ്യും. അല്ലാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇവിടെ എഴുത്തു വന്നത് മറ്റൊന്നല്ല, നമ്മുടെ ബക്കറ്റുമായിട്ട് നമ്മുടെ പ്രവർത്തകര് സന്തോഷത്തോടെ വരുന്നുണ്ട്. ഇപ്പൊ എന്ത് ചെയ്യണം? അപ്പോ അൽഹംദുലില്ലാ അസ്മാൽക്കൊക്കെ ഒരുപാട് പരിപാടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. എല്ലാവരും കണ്ടറിഞ്ഞ് നിങ്ങൾ കൊടുക്കണേ. എത്ര പറഞ്ഞാൽ പോരെ അല്ലേ? അള്ളാഹു നമ്മിൽ നിന്ന് അത് സ്വീകരിക്കട്ടെ. നമ്മൾ കൊടുക്കുന്നത് അള്ളാഹു നാളെ നമ്മുടെ ഖബറിലേക്കും മഹ്ശറായിലേക്കും ഒരു മുതൽക്കൂട്ടാക്കി തരട്ടെ. ആമീൻ. അപ്പൊ 10 രൂപ കൊടുക്കണോലും 100 കൊടുക്കണോലും ഒരുപോലെ ആവൂല. കഴിവുള്ളവർ എന്ത് ചെയ്യണം? കൊടുക്കണം. ഇല്ലാത്തവരൊക്കെ ഒന്നും കൊടുക്കണ്ട, ചിരിച്ചു കൊടുത്താൽ മതി. അതൊരു സ്വതക്കയാണ്. പുഞ്ചിരി ഒന്നും കയ്യിലില്ല ആയിട്ട് സഹകരിക്കും. സ്വലാത്ത് എഴുന്നേറ്റല്ലോ, ഇല്ലെങ്കിലും ഒന്ന് എഴുന്നേറ്റും ഉടഞ്ഞു നോക്കി ആഹത്തുണ്ടാവും. റെഡി ആയിട്ട് കാലിന് വേദന ഉള്ളവരൊന്നും എഴുന്നേൽക്കണ്ട. അൽഹംദുലില്ലാ. അതെ, പടച്ചോനെ നമ്മുടെ ഉസ്താദിന്റെ നമ്മുടെ ബാബുവിന് ശിഫ കൊടുക്കണേ പടച്ചോനെ. എല്ലാവരും صلوا على محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ونركز اللي يقولوا اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. നിങ്ങൾ മനസ്സിലും എല്ലാം ചൊല്ലി കണ്ടിരുന്നോളൂ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. കഴിഞ്ഞ വർഷം ഇവിടെ ഈ പരിപാടി നടക്കുമ്പോൾ നമ്മുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഇവിടെ നേരായ വഴി അവരാണ് ഈ പരിപാടി സംയുക്തമായി മഹല്ല് ജമാഅത്തിന്റെ കൂടെ നടത്തുന്നത്. 15,000-ഓളം മെമ്പർമാർ, അതിൽ 2,000 സ്ത്രീകളായിരുന്നു. അപ്പൊ സ്ത്രീകൾക്ക് പ്രത്യേകമായ ഗ്രൂപ്പ് അവിടെ മുതൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോ 15,000 ഉണ്ടായിരുന്ന മെമ്പർഷിപ്പ് 34,000 വാട്സപ്പ് മെമ്പർമാരും അതിൽ 5,000 ലേഡീസ് ഗ്രൂപ്പ് കൈകാര്യം ചെയ്യുന്ന 5,000 സഹോദരിമാർ, നേരിരട്ടി സഹോദരിമാർ ദീനി പഠനത്തിന് സമയം കണ്ടെത്തിയിരുന്നു. അള്ളാഹു ചരണം ചെയ്യുന്നത് അള്ളാഹു കബൂലാക്കട്ടെ. ഒരുപാട് മസ്അലകളുണ്ട്. നമ്മുടെ ഖാസിമി ഉസ്താദ് അടക്കം സർവ്വവിധ ഖൈറും അള്ളാഹു നൽകട്ടെ. പ്രത്യേകമായി നമ്മുടെ ങ്ങളൊക്കെ ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു അറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ധന്യരായ മോനെ തങ്ങൾ പറയും, മനസ്സിനുള്ളിൽ നിങ്ങൾക്ക് സ്നേഹം തരാൻ പറ്റുന്ന 3 കാര്യങ്ങളുണ്ട്. കാര്യങ്ങളാണെങ്കിൽ സഹോദരിമാർക്ക് ചെയ്താൽ സ്നേഹം എന്നുള്ളതാണ് അല്ലല്ലോ വേണ്ടത്, സ്നേഹമല്ലേ വേണ്ടത്. നബി തങ്ങൾ പറയുന്നു,
ആദ്യമായി അവ്വലുഹാ അൻ തുനാദിയഹു ബിഅഹബ്ബിൽ അസ്മാഇ ഇലൈഹി, ഒരാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണ് അയാളെ വിളിക്കുക. ഒരാളുടെ പേര് വിളിക്കുമ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ട പേര്, അയാളുടെ പേര് ചിലപ്പോൾ മുഴുവൻ വിളിക്കലായിരിക്കും ഇഷ്ടം, ചിലപ്പോൾ പകുതി വിളിക്കലായിരിക്കും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും. നിങ്ങളെ നാട്ടിലൊക്കെ ഒരു ഓമന പേര് വിളിക്കുക എന്നുള്ള പരിപാടി ഉണ്ടോ? യാക്കൂബ് ഉണ്ടോ? പറക്കടമൊക്കെ ഉണ്ട്. നിങ്ങളെ ഓമന പേരെന്താ? യാക്കൂബ്, അതന്നെ ഓമന പേര്? അങ്ങനെയല്ല, വിളിക്കൂല അങ്ങനെ. അലി എന്നുള്ളതാണ് കുഞ്ഞാലി. അങ്ങനെ ഞാൻ അങ്ങനെയല്ല. മലപ്പുറത്തൊക്കെ ഓരോരുത്തരും എന്നെ ഒരു പേര് വിളിക്കും, പേരല്ലാത്തത് എന്നെ കുഞ്ഞുമോന്ന് വിളിക്കും, നമ്മുടെ അടുത്ത കൂട്ടുകാരും ബന്ധുക്കളും കുടുംബക്കാരൊക്കെ. പക്ഷെ പേര് മറ്റൊന്നാണ്. എന്നപോലെ കുഞ്ഞാവാന്നോ കുഞ്ഞിപ്പാന്നോ അങ്ങനെയൊക്കെ പല പേരും നമ്മുടെ മലപ്പുറത്തൊക്കെ കാണാറുണ്ട്. ഇല്ലെങ്കിൽ ഉണ്ടാക്കൊന്നും വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാ. എന്ത് ചെയ്യാ, ഇഷ്ടപ്പെട്ട പേരുണ്ടെങ്കിൽ അത് വിളിക്കുക. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു അടുപ്പുള്ളവർ വിളിക്കുന്നൊരു പേരുണ്ടാവില്ലേ? ഫാത്തിമയെ ഫാത്തുമ്മ എന്ന് വിളിക്കണമെന്ന് നല്ല പേരല്ല, നല്ല ഫാത്തിമ തന്നെ വിളിച്ചൂടെ? ആ പേരിനെ കേടുവരുത്തേണ്ട. അതല്ല ഉദ്ദേശിച്ചത്. നമ്മള് ഫാത്തിമ എന്നുള്ള മോളാണ്, അവളെ കുഞ്ഞുമോളെന്നോ ഇമ്മൂന്നോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത്. ആ പേര് കേടുവരും. ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണ് അസിനിടയിൽ മനസ്സുകൾക്കുള്ളിൽ. രണ്ടാമത്തെ ഒരു സദസ്സിലേക്ക് വരുമ്പോൾ ഇരിക്കുന്ന സൗകര്യം ചെയ്തു കൊടുക്കുക. സീറ്റ് ഫുള്ളാണ്, നീ ഇവിടെ വാ, നമുക്ക് ചെറുതിലിരുന്നോ. അവൻ ആകെ എംബാരസ്ഡ് ആയി എന്നൊക്കെയാണ് നല്ലത്, അതല്ലേ? ഒരു സദസ്സിലെ സൗകര്യം ചെയ്തു കൊടുക്കാൻ. കാണുമ്പോൾ മുഖത്ത് തെളിമ, മുഖം രക്ഷപ്പെട്ടിട്ട് കാണരുത്. സന്ദർശന സമയം സന്തോഷങ്ങളുണ്ടാകതങ്ങൾ പറഞ്ഞ ഞങ്ങളുടെ രീതിയാണിത്. ഏറ്റവും നല്ല വിളിക്കുക, നല്ല പേര് വിളിക്കുക. പിന്നെ ഒരു സൗകര്യം. മൂന്നാമത്തെ, കാണുമ്പോൾ കാണുക. സഹോദരിമാരെ, നിങ്ങൾ അങ്ങനെയാണ് നിങ്ങളെ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ മനസ്സിൽ സ്നേഹം കൈപ്പറ്റാൻ കഴിയും. സഹോദരന്മാരെ, നിങ്ങൾ അങ്ങനെയാണ് നിങ്ങളുടെ കൂട്ടുകാരുടെ മനസ്സിൽ സ്നേഹം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി റളിയല്ലാഹു അൻഹു, ഇതിന്റെ മഹാനായിരിക്കുള്ള പേര് അബ്ദുറഹ്മാൻ എന്നാണ്. റളിയല്ലാഹു അൻഹു ഒരു പൂച്ചക്കുഞ്ഞിനെ വളർത്തുമായിരുന്നു. പൂച്ചനെ ഇഷ്ടായിരുന്നു തങ്ങൾ. പൂച്ചക്കുഞ്ഞിനെ ഇഷ്ടം ിക്കുന്നത് കാണുമ്പോ പൂച്ചയോടുള്ള ഇഷ്ടം കണ്ട് ഞങ്ങൾ ഇട്ട പേരാണ് പൂച്ചയുടെ ആളെ, പൂച്ചപ്പെടുന്നവരെ. ചിലപ്പോൾ അബൂ ഹുറൈറ തങ്ങളെ അബാഹിലിക്കും. ഹിർ എന്ന് പറഞ്ഞാൽ പൂച്ച, പൂച്ചകൾ എന്നാണ്. പൂച്ച എന്ന് പറയും ചെറിയ പൂച്ചയ്ക്ക്. അതിന് ഹുറൈറ എന്ന അറബിയിൽ പറയാ. അല്ലെങ്കിൽ വലിയ ഗ്രോണപ്പാണ് എന്നാ പിന്നെ അല്ലെങ്കിൽ ഹിർ. തങ്ങളെ സ്നേഹത്തോട് നബി തങ്ങൾ വിളിച്ചത് യാ അബാഹിർ. അബൂ ഹുറൈറ തങ്ങൾ ബാബു സാഹിബഹു ഫനഖസ മിൻ ഇസ്മി ഹർഫാൻ വിളിക്കുമ്പോ പേരക്ഷരം കുറച്ചിട്ട് വിളിക്കുക. അങ്ങനെ അങ്ങനെക്കുന്നതിന്റെ എന്ന് വിളിട്ടിട്ട് ഹെഡിങ് ഇട്ടിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ അബാഹിർ സംഭവം പറയുന്നത്. സ്നേഹമാണ് ദീൻ മുഴുവൻ. സ്നേഹമാണ് നമ്മുടെ വാക്കുകളിൽ സ്നേഹം, നമ്മുടെ ഇടപെടലുകളിൽ മെസ്സേജുകളാണല്ലേ. പേര് അവർക്ക് ഇഷ്ടപ്പെട്ട പേരാണ് വിളിക്കാൻ. ഇഷ്ടമുള്ള വിളിക്കേണ്ടത്. അല്ലാഹുവിന്റെ സ്വഹാബി ഞങ്ങൾ ഇഷ്ടപ്പെടുമ്പോൾ പേര് വിളിച്ചിട്ടുണ്ട്. യാ അബാ ഉമൈർ മാ ഫഅല നുഗൈർ. നമ്മൾ വർഗീകരണങ്ങൾ 70 ഈ അലമ ഇബ്നു ഹദാൽ വിശദീകരിക്കുന്നു. ഇമാം ബുഖാരി തങ്ങളുടെ ഹദീസ് ചില ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞൂടാ, ഇസ്ലാമിനോട് ദേഷ്യമുള്ള ആളുകള്, ഓറിയലിസ്റ്റുകാരൊക്കെ എന്തിനാണ് പണ്ഡിതന്മാർ ഒരു വിഷയവും ചെയ്യാത്ത ഹദീസുകളൊക്കെയാണ് എന്ന് പറഞ്ഞ് ഇതുപോലെയുള്ള ഹദീസുകളെ കളിയാക്കാറുണ്ട് അല്ലേ? അപ്പൊ എന്താ പറ്റിയത് നബി ചോദിച്ചത്, എന്തിനാണാവോ ഹദീസ് കോട്ട് ചെയ്തത് എന്ന് ക്കുന്നവർക്ക് മറുപടി ഹജർ അസ്കലാനി തങ്ങൾ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ ആ ഒരു ഹദീസിൽ അബൂ ഉമൈർ ആണെന്ന് ചോദിച്ചതിൽ 70-ലേറെ വ്യക്തമായ മസ്അലനുണ്ട് എന്ന് ഹദീസ് പണ്ഡിതന്മാർ. 70 നമുക്ക് 70 കാര്യങ്ങൾ സ്വഹാബികളിൽ രേഖപ്പെടുത്തുമായിരുന്ന സ്വഹാബിയാണ് സയ്യിദ് ഇബ്നു റളിയല്ലാഹു തആല അൻ റസൂലുള്ളാഹി അലൈഹി വസല്ലം. സയ്യിദ് ഇബ്നു എന്നവർ അടക്കമുള്ള സ്വഹാബിമാർ ഖന്തഖ് നടക്കുമ്പോൾ അവിടെ കിടങ്ങ് കീറുകയാണ്. മണ്ണ് പോലെ സോഫ്റ്റ് കണ്ടിട്ടില്ലേ, പാറല്ലേ,
ആപണം ഏകശം ഈ പന്തലിന്റെ ഉള്ളകം വീതിയുള്ള ആഴമുള്ള കിടങ്ങ് മദീന ഭാഗം മുഴുവനും കുടിച്ചിട്ടാണ് ഖന്തഖ് വെക്കുന്നത്. നോക്കണം, കഷ്ടപ്പെട്ടിട്ടുണ്ടാവൂല്ലേ, എത്ര പ്രയാസപ്പെടാം. കുടിക്കുമ്പോ പണ്ഡിതനായ സ്വഹാബി സാബിത്ത് റളിയല്ലാഹു തആല അൻഹു ഒരുപാട് നേരം ഉറക്കുള്ളവറുകൾ ആ കിടങ്ങ് കുഴിക്കുന്നതിനിടയിൽ ഒന്ന് ഉറങ്ങിപ്പോവുകയാണ്. നിബിതങ്ങൾ ആ വഴിക്ക് നീങ്ങുമ്പോ ഒരുപാട് മൂന്നുന്നു. ഒരാൾ ഒറ്റയ്ക്ക്, രണ്ടാളൊറ്റയ്ക്ക്, ഒരുമിച്ച് ആളുകൾ പലരും ഫ്രഞ്ചിന്റെ പല ഭാഗത്ത് ചെയ്യുന്നു. അതിനിടയ്ക്ക് ഒരാൾ എണീച്ച് തളർന്നുകയാണ്. സയ്യിദ് റളിയല്ലാഹു ആ മഹാനായ സ്വഹാബിയുടെ റസൂൽ ചെന്ന് വിളിച്ചു, യാ അബാ റുഖാദ്. എന്ന് പറഞ്ഞാൽ എന്നാണ് അതിന് അറബിയിൽ അർത്ഥം. ആ വാക്കിന്റെ അർത്ഥം ഉറക്കം ഇല്ലേ, അതേതാണ് ഉറങ്ങുന്നവരെ, സയ്യിദിന്റെ ആളെ ഉറങ്ങുന്നവരെ എന്നാണ് ആശയം. എന്നാമം വിളിച്ച എനിക്ക് ഏറ്റവുംപ്പെട്ട പേര്. അന്ന് ഖന്തഖിൽ ഞാൻ തളർന്നു ഉറങ്ങിയപ്പോ മുത്തുനബിയുടെ അബാണ് സയ്യിദ് ഇബ്നു സാബിത്ത് ഉണ്ടായിരിക്കെ അബൂ ഉറക്കത്തിന്റെ ആളെന്ന പേര് നിങ്ങൾ എന്നെ വിളിച്ചതാണ് എനിക്ക് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇഷ്ടമെന്ന് ഹബീബുനാ റസൂൽ. പിന്നെ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നിബിതങ്ങൾ മര്യാദകൾ പഠിപ്പിച്ചു. ഹബീബിന്റെ ഒരുപാട് സന്ദർശനങ്ങളാണ് ഇനി ചെയ്യാനുള്ളത്. ഈ കൊച്ചുകുട്ടി എന്ന പോലെ നിബിതങ്ങളുണ്ടായ നമ്മുടെ വിഷയം അതാണ്. തങ്ങൾ ആരൊക്കെ മൻ ആരാണ് വന്നത് എന്ന് വീട്ടിൽ ചോദിക്കുമ്പോൾ പറയാനാണ് എന്ന് പറയരുത്. ആരാ വന്നത്? ഇത് ഞാനാ. ജാബിർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു അംർ അൽ-അൻസാരി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മേലെ വീട് കാണാൻ നബിയെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്. തങ്ങൾ സടക്കിയിട്ട് ചുമ്മൻ ആരാ വന്നത്? അനാ റസൂലല്ലാഹ്, ഇതാണ് നബിയെ. നമ്മൾ ഫോൺ വിളിക്കുമ്പോഴൊക്കെ ഉണ്ടാവും ഇന്ന പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് കാര്യം പറയാം. അത് ആദ്യം അത്ര സുഖമായിരുന്നു. മറുപടി ശ്രദ്ധിച്ച് പറയാം. ഇതാരാണ്? ചിലപ്പോ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടാവില്ല, ചില നമ്പർ മാറി ഫോണ് കാണും. നമ്പർ എന്റെ ഒച്ച മനസ്സിലായില്ലല്ലേ എന്ന് പറഞ്ഞ് ചിലർക്കത് പെണം. അസ്സലാമു അലൈക്കും, ഞാൻ മുഹമ്മദ് കുട്ടിയാണ്. അസ്സലാമു അലൈക്കും, ഞാൻ ഇബ്രാഹിമാ വിളിക്കണത്. റാഹത്താണ് അങ്ങനെ വിളിച്ചാൽ. ഒരുപാട് ആളുകൾ ഒരുപാട് കോൾ വരുന്നതിനിടക്കാണെങ്കിൽ പറയും വേണ്ട, ശബ്ദം കൊണ്ട് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല എന്ന് വരും. ആ ഒരു ഹെറജ് ഇല്ലാതിരിക്കാൻ അനുബിധങ്ങൾ ഈ സുന്നത്ത് പഠിപ്പ്. ആള് ആരാധിക്കുന്ന നല്ലത്, ഞാൻ ഇന്ന ആളാണ്. അങ്ങനെ പറയുന്ന ആളുകളുണ്ട് കേട്ടോ. ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് വിളിക്കാം, പിന്നെ ഇന്നതാണ് വിഷയം. മാഷാ അല്ലാഹ്, അതായിരിക്കും. ചില ഫോൺ നമ്പർ കണ്ട അങ്ങനെ അരമണിക്കൂർ പോയി പോവും, എടുക്കണ്ടെന്ന് പറയല്ലേ. അത് ആവശ്യത്തിന് വിളിക്കുക, അപ്പൊ നിർത്തുക. ആരാണെന്ന് ചോദിച്ചപ്പോ യാ റസൂലല്ലാഹ്, അത് ഞാനാ നബിയെ. ഞങ്ങൾ പറഞ്ഞു, മൻ അന ആളാരാ? യാ റസൂലല്ലാഹ്, നബി ഞങ്ങൾ പറഞ്ഞു, ജാബിറേ ആരാണെന്ന് പറയണം ജാബിർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാത്രമല്ല, അപ്പോഴും ഇതിന് മര്യാദ. യുടെ വീട്ടിലാണ് മക്ക വിജയം നടക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് കുളിക്കാൻ ഒരു കുളിപ്പുരയുള്ള വീട്. അന്ന് റസൂലുള്ളാഹി തങ്ങൾ അമ്മായിയുടെ വീടാണ്. ഉമ്മുഹാനിയുടെ വീടാണെന്ന് ഓർമ്മ വേണം. അള്ളാഹുവിന്റെ റസൂൽ കൊണ്ടിരിക്കുന്ന നേരത്ത് നബി ആ റൂമിന്റെ എത്തിയപ്പോ നബി ഞങ്ങൾ ചോദിച്ചു, മൻ ആരാ മുഹാനി? നബിയെ, നിങ്ങളുടെ അമ്മായിയായ ഉമ്മാണ് ഞാനെന്ന്. ബീവി ഉമ്മുഹാനി എന്ന് നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹത്തോടുകൂടെ സന്തോഷായി പേരങ്ങ് പറയുമ്പോഴേ വീടാണ്. ആ വീട്ടിൽ നിന്ന് മഹാനിയുടെ മക്കളുണ്ടാവാരാന്ന് എന്റെ വീട്ടിൽ നിന്ന് ആരാന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇതൊന്നും ഗസ്റ്റ് ആയരുത്, പേര് പറഞ്ഞു കൊടുക്കുക. അതൊരു ാണ്. മുത്തുനബി മറുപടി പറഞ്ഞു, നബി ഞങ്ങൾ പറയും, നിങ്ങൾ ആരെങ്കിലും ഒരാളെ പരിചയമാണെങ്കിൽ അവരുടെ പേരവാടിന്റെ പേരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാറുണ്ടോ? അങ്ങനെ നാട്ടുകാരെ നമ്മള് തൊട്ടുള്ള ആളുകളുടെ മുഖം തിരിഞ്ഞിട്ട് ഒരു അസ്സലാമു അലൈക്കും പറഞ്ഞിട്ട് പേരും മറക്കരുത്. സദസ്സ് പിരിയണവരെ ഒന്ന് പറഞ്ഞാട്ടെ. നാട്ടുവർത്താനോ പേര് ചോദിക്കുക, പേരേതാ? സ്വന്തം വലതും ഇടതും ഉള്ളവരോടും നിങ്ങൾ പറഞ്ഞു, ഇതൊരു സുന്നത്താണ്, പരിചയപ്പെടണ്ടേ. രണ്ടു ജാതിയര് അടുത്തിരുന്നത് ജിന്നാണോ മലക്കാന്നവരെ അറിയാതെ എഴുന്നേറ്റ് പോണവരാണ്. പിന്നെ ആളായിരുന്നു എന്ന് പെണ്ണുങ്ങൾ പറയണ്ട, അങ്ങോട്ട് കെട്ടിച്ചതിന്റെ ജോലി എന്തൊന്നും പറയേണ്ട. പെണ്ണുങ്ങളെ പേര് മാത്രം ചോദിക്കുക, എന്റെ കുടുംബ പേര്. കഴിഞ്ഞില്ലേ? അവിടെ ചെറുപ്പമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മതി
ഇദാ തഅല അഖീഹി നിങ്ങളെങ്കിലും പരസ്യമിടുകയാണ് ഫല്യസ്അൽഹു അൻ സബിഹിമിഹി പേരും നിങ്ങൾ തിരിച്ചറിയണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സുന്നൽ എടുത്തത്. ഇനിയിപ്പോ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ, ട്രെയിനിൽ ഒരുമിച്ച് കല്യാണത്തിന് പരിചയപ്പെട്ടതാ, പേരെന്താ, നാട്ടുകാരാണ് ചെയ്യണം, കുടുംബം ചോദിക്കുക, അല്ലെങ്കിൽ നാട് എവിടെയാണ്, ഇത്രയും എല്ലാ നാട്ടിലത്തെ കുടുംബം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. നിങ്ങളെയാണ് കുടുംബ പേര് ചോദിച്ചറിയുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊന്നും ഇല്ലല്ലോ, പരിചയങ്ങൾ ഇല്ലാണ്ടായി. കല്യാണത്തിന് വരെ നേരെ ചോറിച്ചോ ഇല്ല, അവിടെയാ ചോറ്, അവർ നേരെ അങ്ങോട്ട് ചോറ് കഴിച്ചാൽ അവരങ്ങനെ ഇറങ്ങി പോവുകയും ചെയ്യും. കല്യാണം കഴിഞ്ഞോ, പേരറിഞ്ഞോ, കുട്ടികളറിഞ്ഞോ, മക്കളറിഞ്ഞോ, ഒരു റെസ്റ്റോറന്റിൽ കയറുന്ന പോലെ ഭക്ഷണം കാണുങ്ങളെ സാന്ദർഭികമായിട്ട് ഈ കല്യാണ മണ്ഡപത്തിന്റെ വിഷയത്തിന്റെ ഭാഗമല്ല. പക്ഷെ പറയാം, മണ്ഡപങ്ങൾ നിങ്ങളെ നാട്ടിൽ എവിടെയുള്ളത് എനിക്കറിയില്ല. പക്ഷെ കല്യാണം അല്ല ചെയ്യുന്നത് മാഷാ. അപ്പൊ അതിനൊക്കെ താമസിക്കുന്ന കഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവും. അവരാരും കല്യാണം വിളിക്കാറില്ല. പക്ഷേ വാടക താമസിക്കുന്ന വീട്ടുകാരും അങ്ങനെ ഉണ്ടായതിൽ ഒരു തോന്നിയതാണ്. അവിടത്തെയോ മറ്റു ഭക്ഷണോ നല്ല ഭക്ഷണത്തിന്റെ വാസന വരുമ്പോ യാവും. അവരാരും കല്യാണത്തിന് വിളിക്കൂല. ചിലപ്പോ വാടക താമസിക്കുന്ന കല്യാണത്തിന് അവരെ വിളിച്ചില്ലെങ്കിൽ തൊട്ടടുത്തുള്ളവർക്ക് എത്തിച്ചു കൊടുക്കരുത് കേട്ടോ. നമുക്ക് മനുഷ്യരെ സ്നേഹിക്കേണ്ടവരാണ്, എല്ലാവരും സ്നേഹിക്കേണ്ടതാണ്. വായുവിനും ശ്വാസം എല്ലാവർക്കും പങ്കുള്ളതാണ്. സാന്ദർഭികമായി പറയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എപ്പെടുമ്പോൾ അവരുടെ പേരും കുടുംബ പേരും ഫഇന്നഹു വസ്ലുൽ മവദ്ദ നിങ്ങൾക്കിടയിലെ സ്നേഹബന്ധത്തിന്റെ ഇടയിൽ സ്നേഹമുണ്ടാകും. പേര് ചോദിക്കുന്നതും സന്ദർശിക്കും. നമ്മൾ അങ്ങോട്ട് സന്ദർശിക്കപ്പെടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, തസവ്വജൂ മിൻ ഇന്നഹും നിങ്ങൾക്ക് ഫ്രണ്ട്സ് വേണം. ഇതിനോട് വന്ന് ചാടിപ്പോക്കൂ, ഇതല്ല സുബ്ഹാനല്ലാഹ്. ഇന്ന് ആ ഫ്രണ്ട്സ് ആയിട്ട് ഒന്നും അറിയില്ല, ആളെന്തോ ഒരു പ്രൊഫൈലിന്റെ പ്രൊഫൈൽ പിക്ചർ വെച്ചിട്ട് ഏതൊരു പെണ്ണിനെ ചാടിച്ചു കൊണ്ടുപോയത്. ഒരു ലക്ഷ്യസ്ഥാനത്തെത്തി. സുബ്ഹാനല്ലാഹ്, കാണിച്ചു നോക്കി. ഇപ്പൊ പരസ്പരം അള്ളാഹു അനുവദിച്ച ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയാണ്. അതുകൊണ്ട് ആണുങ്ങളെ അള്ളാഹുവിനെ ഭയപ്പെടൂ. അള്ളാഹു നമ്മളൊക്കെ ഇഷ്ടപ്പെട്ടു തരട്ടെ. പിശാച് തലയിൽ കയറില്ലേ, എന്തൊക്കെയാ നടക്കണത്. അതോട് നിങ്ങൾ ആരെയും ഞാൻ ഒന്നും പറഞ്ഞ് നിങ്ങളെ വേദനിപ്പിക്കുന്നില്ല. അള്ളാഹു നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും സുഖ വാർത്തകളും ഒരിക്കലും നമുക്ക് സംഭവിക്കാതെ അള്ളാഹു നമ്മെ രക്ഷിക്കട്ടെ. വളരെ ജാഗരൂകരായി ഇരിക്കേണ്ട കാലമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഷിപ്പ് വേണം എന്ന് മുഅ്മിനീങ്ങൾ തമ്മിൽ, പെണ്ണുങ്ങൾ സഹോദരിമാർ തമ്മിൽ വേണം. ദുനിയാവിൽ നിങ്ങൾക്ക് അഭിമാനമാണ്, ലോകത്തും അഭിമാനമാണ്. ആളുകൾ ചോദിച്ചു, യാ അബൽ ഹന്നവരെ, ദുനിയാവിൽ ശരി തന്നെയാണ്, പരലോക അഭിമാനമാകുന്നത്, പരലോകത്തമാകുന്നത് പരമാനം എന്ന് ചോദിച്ചപ്പോ അലി റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുകയാണ്. നിങ്ങൾ കേൾക്കുന്നില്ലേ, നരകത്തിലേക്ക് പോകുന്ന ആളുകൾ, ിലേക്ക് പോകുന്ന ആളുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ വിലപിക്കുന്ന വചനത്തു ശുആറയിലുണ്ട്. ഫമാ ലനാ മിൻ ശാഫിഈൻ വലാ സദീഖിൻ ഹമീം. ശുപാർശകരില്ലല്ലോ, ഞങ്ങൾക്ക് ആത്മാർത്ഥ സ്നേഹമുള്ള കൂട്ടുകാരില്ലാതെ പോയല്ലോ. പറയുമ്പോൾ ആത്മാർത്ഥതയുകാര് നിങ്ങൾക്ക് വേണം. അപ്പോഴാണ് കൂട്ടുകാർക്ക് ശഫാഅത്ത് ചെയ്യുന്നത്. ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഓർമ്മ ഉണ്ടാവും, ശരിക്കും ഓർമ്മ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം വസിയത്ത് ചെയ്തുകൊണ്ട് പറയാണ്, തമാശ കാര്യത്തിൽ തന്നെ അല്ലാഹു അഅലമു മാ അറിയാം. ഞാൻ കാര്യത്തിൽ പറയാണ്, നമ്മൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും കുടുങ്ങിയത് കണ്ടാൽ രക്ഷപ്പെടാൻ ഈ മുസ്ലിയാരെ നമ്മളെ നാട്ടിൽ വേദ പറഞ്ഞ ആളാണല്ലോ കിടക്കുന്ന ആള് എന്ന് നിങ്ങൾക്ക് വേണം. ഞാൻ കാണുന്നതെങ്കിൽ ഞാൻ രക്ഷപ്പെടും, നിങ്ങൾ എന്നെ കാണാൻ നിങ്ങൾ എന്നെ രക്ഷണം. ഇതിനാണ് ഈ ബന്ധങ്ങൾ അല്ലേ. അപ്പോഴാണ് നമ്മൾ 2-3 മണിക്കൂർ ഈ പാതിരാവിലെ ഇരുന്നതും നമ്മുടെ കുട്ടികളൊക്കെ മടിയിൽ വെച്ച് കൈ കടഞ്ഞ് കാല് കടഞ്ഞ് ഇറന്ന് ചെലവഴിച്ച ഈ ഇരുത്തമൊക്കെ നാളെ പരലോകത്ത് ഉപകാരപ്പെടുള്ളൂ. അതുകൊണ്ട് വസിയത്ത് ചെയ്യുക. അവിടെ അങ്ങനെ ഈ സെൽഫി എടുത്ത് കുടുങ്ങി കിടക്കണല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ചെയ്യരുത്. എന്ത് ചെയ്യാൻ രക്ഷപ്പെടുത്തണം. ഓരോരുത്തരും രക്ഷപ്പെടുത്താൻ നമ്മളെല്ലാം രക്ഷപ്പെടുത്തിനെ. ഫ്രണ്ട്ഷിപ്പ് വേണം. അഭിമാനം എന്ന് ചോദിച്ചപ്പോ ദുന്യാവിൽ മനസ്സിലായ പരലോകത്ത് എന്തിനാണ്? അതിന് മറുപടിയാണ് മഹാനവറുകൾ ചോദിച്ച നരകവാനത് കേൾക്കുന്നില്ലയോ?
ആത്മാർത്ഥതയുള്ള കൂട്ടുകാർ പെണ്ണെ നിനക്ക് എന്ന് നാളെ വിൽക്കരുത്. നിങ്ങൾ അല്ലാഹുവരെ മോളെ നീ ഇല്ല മോളെ എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു പെണ്ണ് ഒരു കൂട്ടുകാരന് വേണം. വഴിതെറ്റുമ്പോ ഓരോ ചെറുപ്പക്കാരനെയും ആ വഴിക്ക് പോവല്ലേ, ഈ വഴിക്ക് വഴിയാണ് അത് വഴിപിഴച്ചതാണ്, വഴിതെറ്റല്ലേ. ആത്മാർത്ഥമാക്കി ഗുണം കൂട്ടുകാര് നിങ്ങൾക്ക് വേണം. അള്ളാഹുവിന്റെ റസൂൽ കൊണ്ട് തന്നെ വല്ലവരും അങ്ങോട്ട് സന്ദർശിക്കുമ്പോഴും എന്ന് പറയുന്ന വർഷമുണ്ട്. ഹിജ്റയുടെ 9-10 അറബ് രാജ്യങ്ങളുടെ ഓരോന്ന് വന്ന് ഇസ്ലാം പ്രഖ്യാപിക്കാൻ സംഘം വന്നു. ആ സംഘം ഗോത്രക്കാരാണ്. വന്നു പാണക്കാടൊക്കെ നിന്നാൽ പാണക്കാട് മുറ്റ തങ്ങളപ്പായുടെ ഇതിലുടെയും മറ്റ് സയ്യിദന്മാരുടെ ഒക്കെ വിട്ട് 100 ചൊവ്വാഴ്ച എന്നാൽ അന്തം വിട്ടുപോകും. ഈ മനുഷ്യന്മാരൊക്കെ കണ്ടിട്ട് പിന്നെ എപ്പോഴായിരിക്കും തങ്ങൾക്ക് സ്വന്തം കുടുംബത്തിന് ഉണ്ടാവുക? തങ്ങന്മാര് പാണക്കാട് സയ്യിദന്മാർ ആകെ നാട്ടിലുണ്ടാവുന്ന ദിവസം ചൊവ്വാഴ്ചയാ. മുതൽ നാട്ടുകാർ 1 മണി വരെ അന്നാണ് വീട്ടുകാർ ഈ സയ്യിദന്മാരെ കാണും. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് അടിച്ചിട്ട് സന്തോഷത്തോടെ വട്ട കൊടുത്ത് യാ അല്ലാഹ് എനിക്കുള്ളത് നിങ്ങൾ ഈ വടക ഒരു പേര സ്നേഹം അലിമീൻ സാദാത്യങ്ങളുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല നിങ്ങൾക്കൊരു നിഅമത്ത് തരുന്നു. നമ്മൾ കൂട്ടുകാരോടൊക്കെ പറയാറുണ്ട്, ചിലപ്പോൾ നാട്ടിൽ നിന്ന് പറയാറുണ്ട് വടകരക്കാർ അല്ലെങ്കിൽ ഈ മൊത്തം ഈ ഇക്കമുള്ള ഈ ഒരു സർക്കിൾ അല്ലാഹു കൊടുത്തിട്ടുണ്ട്, വിനയവും കൊടുത്തിട്ടുണ്ട്, അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു അവസ്ഥയിലുള്ള മുസ്ലിമീങ്ങൾ ഈ വശങ്ങളിൽ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ വാതൊക്കെ ആയിട്ട് നിങ്ങൾ പോകും. ഈ ഭാഗങ്ങളിലുള്ള ആത്മാർത്ഥമായ സ്നേഹം ദുനിയാവും ആഖിറവും അല്ലാഹു വിചാരിക്കുകയാണ്. അല്ലാഹു അങ്ങനെ തന്നെ ആക്കിയിട്ടുള്ള ഭാഗ്യം നമ്മൾ എല്ലാവർക്കും അല്ലാഹു അത് ജന്മമാരോ ആലിമീങ്ങളോട് നിൽക്കുന്ന ഈ ആത്മാർത്ഥമായ സ്നേഹം ഞാൻ മനസ്സ് തട്ടി പറയാം. നിങ്ങൾ വെറുതെ വേറെ നാട്ടിട്ട് ഓരോ പറ്റി ഇങ്ങനെ പറയില്ല, ഓരോ നല്ലതേ പറയാൻ പറ്റുള്ളൂ. അൽഹംദുലില്ലാഹ് അത് അല്ലാഹു നിലനിർത്തി. എത്രയോ ചെറുപ്പക്കാർ ദുബൈയിലും അബുദാബിയിലും നിത്യേന ഞാൻ പരിചയപ്പെടുന്ന എത്രയോ ചെറുപ്പം നല്ല ദീനുള്ളവർ, ദീനുള്ളവര് നല്ല കച്ചവടങ്ങൾ നന്നായിട്ട് അധ്വാനിക്കുന്നു, സമ്പത്തുണ്ട്, ദീനിക്കുന്നു, അല്ലാഹു ദീനിനോട് സ്നേഹവും ദീനനുസരിച്ച് ജീവി ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവർ അറിയാതെ വന്നു പോകും. പഠിച്ചവർ ഖൈർ കൊടുക്കണേ. അല്ലാഹു നിങ്ങളെല്ലാവർക്കും തരട്ടെ, നമ്മളെല്ലാവർക്കും അല്ലാഹു ഖൈർ തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സംഘം വരികയാണ്. വഫദ് അബ്ദുൽ ഖൈസ് കടന്നു. നബി തങ്ങൾ ചോദിച്ചു, വരുന്ന സംഘം 100-ലേറെ ആളുകളുണ്ട്. ഞങ്ങൾ റബിയ എന്ന തറവാട്ടുകാരെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മർഹബൻ ഗൈറ ഖസായ വലാ നദാമ, നിങ്ങൾക്ക് സ്വാഗതം, എന്നിട്ട് നിങ്ങൾക്ക് സങ്കടമുണ്ടാകുമേ എന്ന് ആ നിവേദക സംഘത്തെ അല്ലാഹുവിന്റെ റസൂൽ അഭിനന്ദിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ വരുമ്പോഴും നബി പേര് ചോദ്യം വരുമ്പോഴും നബി വേറെ ഒരു സംഘം വരും. ആ സംഘം കാണുമ്പോൾ ഗോത്രാണ്, പക്ഷെ അവരുടെ മറുചിരി രസമുള്ള മറിയാണ്. അസ്ദ് ഗോത്രക്കാർ വടക്കേ അറ്റത്ത് നിന്നാണ് വരുന്നത്. റസൂലിന്റെ മുമ്പിലേക്ക് 502 വന്നിട്ട് ഈ സദസ്സ് നിലയോടുബിയെ ഞങ്ങളാകാൻ വന്നിരിക്കുകയാണ് ഷഹാദത്ത് നബിയെ. ഹബീബ് ചോക്കുന്നത് ഒരാൾക്ക് 2 മക്കാവ്യത്തിന് ശേഷം 1000 ആളുകൾക്ക് 200 ആളുകൾ 1500 ഇങ്ങനെ പത്തിലുമുള്ള എണ്ണ വലിയ വലിയ സംഖ്യകൾക്ക് എന്ന് അതത്തേക്ക് വരുന്ന മദീനയിലേക്ക് വരുന്നത് ഉണ്ടായിരുന്നു. അസ്ദ് ഗോത്രക്കാർ ആരാണ് ഇവിടെ വന്നത്? ഞങ്ങൾ അസ്ദുകളാണ്, അസ്ദീകളാണ് എന്റെ നിന്നെ പകരം. അവരല്ലാഹുവിന്റെ റസൂലിൻ പറഞ്ഞു, മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളെ വന്നത് നബി പറഞ്ഞില്ല. ഞങ്ങൾ അവരെ സ്വീകരണം ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലി ഖൗൻ ഹഖീഖ ഫമാ ഹഖീഖകും, നിങ്ങൾ സത്യവിശ്വാസി എന്നുണ്ടല്ലോ, ഏതൊരു വാക്കിനും തെളിയിക്കേണ്ടതുണ്ട്. നിങ്ങൾ സത്യവിശ്വാസികളാണ്. നിന്റെ അല്ലാഹുവിന്റെ ഹബീബർ 15ഓളം അവരുടെ നന്മകൾ വിവരിക്കുകയുണ്ടായി നബിയെ. ഈ 15 ഞങ്ങളിലുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് നബി മറുപടി പറഞ്ഞ അസ്ദ് ഗോത്രം ഹബീബിനെ സന്ദർശിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ സന്ദർശിക്കുന്ന നേതാവ് ഹാനി, നല്ല പേരാണ്, മനസ്സമാധാനമുള്ള ആള് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഹാനി എന്ന വാക്കിതാണ്. മലയാളത്തിൽ ഹനി എന്നായി പോവണം. ഹാനിയാണ് ഹാനി ഖുസാഇ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വരുമ്പോൾ നബി തങ്ങൾ ചോദിച്ചു, മൻ അൻത, നിങ്ങളാണ്? പറഞ്ഞു, എന്റെ പേര് അബുൽ ഹം.
വിധി പറയുന്ന ആളെന്നാണ് ഞാൻ അധികാരസ്ഥനെന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, ഭരണാരം അല്ലാഹ് നിങ്ങൾക്ക് പേര് വേണ്ട, എന്തേ നിങ്ങൾക്ക്? ആ സഹോദരൻ പറഞ്ഞ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ സമുദായം അങ്ങ് വരുന്നതിന്റെ മുമ്പ് തർക്കിക പ്രശ്നങ്ങളുമായി ആരം കാണാം. ജാതിയിലെ മർഹൂം ഹസൻ മാസുക്കുകയാണ്. അല്ലാഹു ആ മഹാന്റെ ഖബറിടം കൊടുക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ പ്രിയടക്കമുള്ള സഹോദരങ്ങളുടെ അല്ലാഹു ആമത്തും കൊടുക്കട്ടെ. പ്രശ്നങ്ങൾ തരം നിർദ്ദേശമുള്ള ഒരു ആർത്തവവും കരുത്തും അല്ലാഹു നൽകുന്നത് എല്ലാവർക്കും അതിന് കഴിയില്ല. ഭാരങ്ങൾ ഇറക്കി വെക്കാൻ, പ്രശ്നങ്ങൾക്ക് തീർപ്പ് പറയാൻ ആബിയെ എന്റെ മുമ്പിലേക്ക് ഓടി വരുമാന്നു എന്ന് പറയുമ്പോ മതങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് മുതിർന്ന നബിയെ, എന്താ നിന്റെ മൂത്ത മകന്റെ പേരെന്താണ്? എന്നാണ് നബിയെ ഷുറൈ. എന്നാൽ ഇനി നിങ്ങൾ അബുൽ ഹക്കമല, നിങ്ങളുടെ പേര് അബൂ ഷിഹാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയപ്പെടുന്നത് ഷുറൈഹ് റളിയല്ലാഹു അൻഹു ആണ്. നബി തങ്ങളുടെ ഇടപെടൽ നോക്കൂ. ഹബീബായ നിബിതങ്ങൾ നിന്നെ പോയി കാണുന്നവർ ഇടക്കിടക്ക് പോരുണ്ട്. പലതവണകളായി പലപ്പോഴും സന്ദർശിക്കുന്ന നബിയുടെ, അതാണ് നമ്മുടെ വിഷയം. ഞാൻ ഈ വിഷയം എടുക്കുമ്പോൾ ആലോചിച്ചൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് എന്താവും? ഇസ്ലാമിന്റെ ഈ പേരുകളിലും നബിയുടെ പേര് ഖബറും മശ്റഖ് മാത്രം പറയാൻ ആൾക്കാർക്ക് നമ്മൾ എഴുന്നേറ്റ് പോകുന്ന എന്താണ്? മഴയേറ്റ് പോകാണ്ടിരിക്കുകയാണോ? പോയല്ലോ ഇല്ലല്ലോ. പിന്നെ എൻ്റെ കാര്യം ഞാൻ പറയാറുണ്ട്, ഇവിടെ ഈ വേദിയുടെ അപ്പുറത്ത് വഴി വെച്ചിട്ടുണ്ട്. ഒരാൾ എഴുതിട്ട് പോവുകയാണെങ്കിൽ ആരും നോക്കി പഠിപ്പിക്കരുത്. ഇത്രയും കാലം അത്യാവശ്യത്തിന് പോയിരിക്കും. പോലീസിനുണ്ട് ഈ കണ്ടൊക്കെ ഇങ്ങനെ നോക്കി നിർത്തും. ഒരു മനുഷ്യൻ ഒരു പള്ളിയേക്ക് വരും, നോക്കിയിട്ട് തുറച്ച വീട്ടോട്ട്, പിന്നെ ആ മനുഷ്യനെ പള്ളിയേക്ക് വരുള്ളൂ. അങ്ങനെ ചെയ്യാൻ ചിന്തിക്കാം. അപ്പോൾ ഈ സൗന്ദര്യം എല്ലാം ബുദ്ധിമുട്ടോ വെട്ടലിലേക്ക് അപ്പോൾ നമ്മൾ ഈ ചർച്ച ഇങ്ങനെ കിടക്കും. നിങ്ങൾ എന്താ എടുക്കണമായി എഡിറ്റിംഗ് പോയാൽ ആരും നോക്കില്ല. ചില സഹകരിക്കണം. തോഫീക്ക് തരട്ടെ, നല്ല കുറച്ച് കാര്യങ്ങൾ തോഫീക്ക് തരട്ടെ. എപ്പോഴും കേൾക്കണം, അതെന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടൊന്ന് മാറ്റി പിടിച്ചാൽ തങ്ങളെ പിന്നെ സ്വഹാബിമാർ വിളിക്കുമ്പോ പുതിയിപ്പിച്ചു കൊടുത്തു. ഇനി ഞങ്ങൾ നബിയെ സന്ദർശിക്കണമെന്ന് കൊതിക്കുമായിരുന്നു. നബി തങ്ങളെ സന്ധിക്കുന്ന ഒരാളുണ്ട്. നബി ഒരാളുടെ അവിടെ ആരുടേതാ? സുദീഖെന്നവരുടെ വീട്, അല്ലാഹുവിന്റെ ഹബീബ് എന്നവർ ഇടയ്ക്കിടെയാണ് സ്നേഹം വർദ്ധിക്കുക. കൂട്ടുകാരന്റെ വീട്ടിൽ പോവാ, ഏത് പിന്നെ അതിനൊരു ഹദീസ് വഴിയിലൂടെ വന്നതാണ്. ഇങ്ങനെയാണ് സന്ദർശിക്കരെ സ്നേഹം വർദ്ധിക്കുക. അല്ലാന്ന് തോന്നുന്നുള്ള കൈ അല്ല. പക്ഷേ ഇടപെട്ടില്ല. നിങ്ങൾ പറയുന്നു എല്ലാ ദിവസവും സന്ദർശിക്ക കൂട്ടുകെട്ടെ. നിങ്ങൾ ബലിഷ്ഠമാനാണ് ഇഷ്ടമെങ്കിൽ വേണ്ടത് സ്നേഹം വർദ്ധിക്കും. എന്നും പോയി കയറിട കൂട്ടുകാർക്ക് എന്നും വിളിക്കരുത്, വേണ്ട ഒന്ന് എന്നാൽ അതിന് ശുദ്ധീകരിക്കുന്നവരെ സ്നേഹിക്കുകറിയാം. ശുദ്ധീകരണന്ന് അങ്ങനെ മനസ്സിരിക്കുന്നും കണ്ടുപിടുന്നത് കൊണ്ട് വിരോധവുമില്ല. അല്ലാഹുവിന്റെ റസൂൽ അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ എന്നും കാണിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്നൊരിക്കൽ നബി തങ്ങളെ സന്ദർശിച്ചില്ല. കുറേ ദിവസം വന്നില്ല. കുറേ ദിവസം വരാതിരുന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40ഓളം ദിവസം കഴിഞ്ഞിട്ട് ജിബ്രീൽ എന്നവർ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ ജിബ്രീൽ, ജിബ്രീലേ, മാ യംനഉക അൻ തസൂറനാ അക്തറ മിമ്മാ തസൂറുനാ. ജിബ്രീലേ, ഇടക്കിടക്ക് നിങ്ങൾക്ക് എന്നെ കാണാൻ വന്നൂടെ? എന്താ നിങ്ങൾ ഇടക്കൊക്കെ വരാതിരിക്കുന്നത്? നിങ്ങളെ കാണാൻ കൊതിയായി പോയി. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറുപടി വരുന്നു. വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് സൂറത്തു മറിയം, വമാ നതനസ്സലു ഇല്ലാ ബിഅംരി റബ്ബിക. വിശുദ്ധനായ നബിയേ, രക്ഷിതാവ് അല്ലാഹുവിന്റെ അനുമതി കിട്ടാതെ ആകാശ ലോകത്ത് ഇറങ്ങി വരാൻ എനിക്കൊക്കില്ലയോ നബി? എനിക്കൊക്കില്ലല്ലോ നബിയെ. അല്ലാഹു സമ്മതം എപ്പോഴും വരാൻ അല്ലാഹു പറഞ്ഞേക്കുമ്പോഴേ എനിക്ക്
എനിക്ക് വരാൻ കഴിയൂ നബിയെ, അല്ലായിരുന്നുവെങ്കിൽ അങ്ങയുടെ അരികം വിട്ടുപോവാൻ എനിക്കും ഇഷ്ടമല്ല. പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്ക് വിധേയമാണല്ലോ ഞങ്ങൾ. അതുകൊണ്ട് റസൂലേ, അള്ളാഹു ഞങ്ങളോട് വേണ്ടാന്ന് പറഞ്ഞാൽ ഞങ്ങളില്ല. എന്നാൽ ഈ ഗ്രഹം അങ്ങയെ വന്ന് എപ്പോഴും കാണാനാണ്. പക്ഷെ അള്ളാഹുവിന്റെ പെർമിഷൻ വേണ്ടേ നബിയെ? അള്ളാഹുവിന്റെ അനുമതി കൊണ്ടല്ലാതെ ഞങ്ങൾക്ക് വരാൻ കഴിയില്ല നബിയെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബിന് കൊടുത്ത മറുപടിയാണത്. എന്താ എപ്പോഴും വരാത്തത്? അള്ളാഹുവിന്റെ റസൂലിന്റെ സന്ദർശനമാണ് നമ്മുടെ വിഷയം. നബി ഞങ്ങൾ സന്ദർശിക്കുമായിരുന്ന, ഹബീബിനെ സന്ദർശിക്കുമായിരുന്ന അടുത്ത കൂട്ടുകാരാണ് സിദ്ദീഖ് എന്നവരെ, ഉമർ എന്നവരെ, ഉസ്മാൻ എന്നവരെ, അലി എന്നവരെ. ഇവരെ നബി ഞങ്ങൾക്ക് ഇടക്കിടക്ക് കാണണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്ത സുഹൃത്തുക്കളാണെങ്കിലും ഈ ഫ്രണ്ട്ഷിപ്പില് മാനം നഷ്ടപ്പെട്ട് എടാ പോടാന്നുള്ള വിളി അങ്ങ് കൂടിയാലേ ഒരു റെസ്പെക്റ്റിന്റെ ഒരു ആസ്പെക്ട്, അപ്പോൾ ആ സ്നേഹത്തിലൊരു കുറവ് നിങ്ങൾ ആ റെസ്പെക്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ഇവിടുത്തെ ഇങ്ങനെ കിടക്കുകയാണ്. തങ്ങൾ കട്ടിലിൽ കിടക്കുകയുടെ കാൽമുട്ട് നിവർത്തുകയാണ്. കാൽമുട്ട് മടക്കി വെച്ചിട്ട് തങ്ങളുടെ നബി അലൈഹി വസല്ലം തങ്ങളുടെ വസ്ത്രം എത്തിയിട്ടുള്ളൂ. ഹബീബ് മറച്ചിട്ടു, കാൽമുട്ട് മറഞ്ഞിട്ടുണ്ട്. എന്നാൽ കാലിന്റെ തടാകത്തേക്ക് വസ്ത്രമില്ല. വീട്ടിൽ കടാഹത്തിൽ വീട്ടിലല്ലേ നമ്മളിപ്പോ നമ്മള് കിടക്കാൻ ഉപയോഗിക്കുന്ന പൈജാമ ഇട്ടിട്ട് പോകാൻ പറ്റും. വീട്ടില്ല, നമ്മൾ നമ്മൾ പുറത്തു പോകുമ്പോ ആ ഇടക്ക് സിദ്ദീഖ് അല്ലാഹു കടന്നു വരുന്നു. സിദ്ദീഖ് അവർ കടന്നു വന്നപ്പോ നിങ്ങൾ പറഞ്ഞു മർഹബ സിദ്ദീഖം. സിദ്ദീഖ് കടന്നു അവിടെ ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. തങ്ങളും സംസാരിക്കുന്നു. ആയിഷ ബീവി ഉണ്ട്. ആയിഷ ബീവിയുടെ വാപ്പൻ റളിയല്ലാഹു അൻഹുമാ. അടുത്ത ഒരാൾ വാതിൽക്കൽ വരുന്നു. അറിവുള്ള പരിചയമുള്ള വീടാണെങ്കിലും വാതിൽ തുറന്ന് ഓടി വരുന്നാവും. ഈ വീട്ടിലേക്കാണെന്നെയും പ്രിയമുള്ളേ, നമ്മുടെ വീടല്ലാത്തൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ബെല്ലടിച്ചുകാരെ ഓർമ്മിപ്പിച്ച് അവരാക്ക് അറിയിപ്പ് കൊടുത്ത് സലാം പറഞ്ഞ് സമ്മതം വാങ്ങിക്കാതെ വീട്ടിനകത്തേക്ക് കടക്കരുത് എന്ന് അള്ളാഹുവിന്റെ നിയമമുണ്ട്. സൂറത്തുൻ നൂർ. അതിന്റെ സുഹൃത്തിന്റെ വീടല്ലേ, എപ്പോഴും പോകുന്നല്ലേ? വാതിൽ തുറക്കുന്നു, ടിങ് ബെല്ലടിക്കുന്നു, ആൾ അടുക്കളയിലാണ്. ചെയ്യാൻ പാടില്ല. നിങ്ങൾ ചോരബന്ധമുള്ള വീട്ടുകാരാണെങ്കിൽ തന്നെയും ഒരു സ്വഹാബി ചോദിച്ചു, നബിയേ എന്റെ ഒറ്റക്കാണ് നബിയെ, ഒറ്റക്കുള്ള ഉമ്മയെ നോക്കുന്ന മോനാണ് ഞാൻ നബിയെ. എന്റെ ഉമ്മയെ ബാത്റൂമിലേക്ക് ഞാൻ കൊണ്ടുപോകണം നബിയെ. ഉമ്മ പാരലൈസ് ആയി കിടക്കുകയാ ഹബീബേ. ഉമ്മാക്ക് വസ്ത്രം ഞാൻ ഇട്ടു കൊടുക്കണം. ആ ഉമ്മയുടെ റൂമിലേക്ക് ഞാൻ കിടക്കാൻ സമ്മതം ചോദിക്കണോ നബിയെ? നിങ്ങളുടെ മറുപടി എന്താ? ഉമ്മയുടെ ബെഡ്റൂമാ, ഉമ്മ ഞാൻ പോട്ടെ എന്ന് ചോദിക്കണം എന്ന് നബി ഞങ്ങൾ മറുപടി കൊടുത്തപ്പോ സ്വഹാബി പറഞ്ഞു, നബിയെ ഞാനല്ലാത്തൊരു മോൻ എന്റെ ഉമ്മാക്കില്ല നബിയെ. ഞാനാണ് എന്റെ ഉമ്മയെ നോക്കുന്നത്. സമ്മതം വേണോ നബിയെ? സമ്മതം വേണം. വീണ്ടും പറഞ്ഞു, നബിയെ എന്റെ ഉമ്മയെ ഞാനാ നബിയെ കുളിപ്പിക്കാക്കുന്നത്. എന്റെ ഉമ്മയെ ബാത്റൂമിൽ കൊണ്ടുപോകുന്നത് ഞാനാ നബിയെ. എന്റെ ഉമ്മയുടെ റൂമിലേക്ക് ഒരേ ഒരു മകനായി ഞാൻ കടന്നു ചെല്ലുമ്പോൾ സമ്മതം വാങ്ങിക്കണോ? ഞങ്ങളുടെ മറുപടി രൂക്ഷമാണ്. തങ്ങൾ പറഞ്ഞു, നിന്റെ ഉമ്മയുടെ ശരീരത്തിന്റെ ഔറത്ത് നോക്കാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? ലാ യാ റസൂലല്ലാഹ്. എങ്കിൽ സമ്മതം ചോദിച്ചിട്ടേ മുതിർന്ന ഒരാളിന്റെ റൂമിലേക്ക് നിങ്ങൾ കടക്കാവോ? വീട്ടിന്റെ ഉള്ളിലാണെങ്കിൽ തന്നെയും മനുഷ്യന്റെ പ്രൈസി, ഒരു മനുഷ്യന്റെ സ്വകാര്യടിക്കുന്ന ഒരു മതമാണ് നമ്മുടെ റസൂലിന്റെ വീട്ടിലേക്ക് വരുന്ന സ്വഹാബിമാരാ സമ്മതം ചോദിക്കുന്നതും പറയുന്നത്. സമ്മതം ചോദിക്കാതെ സലാം പറയാതെ ഞാൻ വന്നോട്ടെ, ഒരുവളെ വന്നോളൂ. നബി ഞങ്ങൾ ആ വസ്ത്രം തന്നെയാണ് കാൽമുള്ള ഹബീബിന്റെ വസ്ത്രം തന്നെയാ ഹബീബ് കിടക്കുന്നത്. അങ്ങനെ നബി കിടന്നു. ഉമർ എന്നവർ വന്നു. ഉമർ കടന്നു വന്നു. ഉമർ എന്നവന്റെ വീട്ടിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഒരുപാട് പെണ്ണാവിന്റെ വഹിന്ന മോളാണ്. ഇവരുടെ മോള് ഹഫ്സ ബീവി നമ്മുടെ ഉമ്മയായ ഉമ്മുൽ മുഅ്മിനീൻ
ഹഫ്സ ബിൻത് ഉമർ ഇബ്നുൽ ഖത്താബ്. മൂന്നാമത് വരുന്നു സമ്മതം ചോദിക്കാൻ ഹബീബിന്റെ പുതിയാപ്പിള. എന്ത് രസാണ്! 4 ഖലീഫമാരിൽ 2 പേർ നബിയുടെ അമ്മോഷന്മാരാണ്, 2 പേർ നബിയുടെ പുതിയാപ്പിളമാരാണ്. 4 ഖലീഫമാരിൽ സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും ഹബീബിന്റെ അമ്മോഷന്മാരാണ്. ഉസ്മാൻ എന്നവരും അലി എന്നവരും നബിയുടെ പുതിയാപ്പിളമാരാണ്. നബി തങ്ങളുടെ മക്കളെയാണ് അവർ കല്യാണം കഴിച്ചത്. ഉമർ എന്നവരുടെയും സിദ്ദീഖ് എന്നവരുടെയും മക്കളെ നബി കല്യാണം കഴിച്ചിട്ടുണ്ട്. ഉസ്മാൻ എന്നവർ വരുന്നു. റളിയല്ലാഹു അൻഹു നൂറൈൻ, 2 പ്രകാശങ്ങളുടെ ഉടമ എന്നാണ് അർത്ഥം. ആ 2 പ്രകാശങ്ങളിൽ ഒന്ന് റുഖിയ്യ ബീവിയാണ്, ഹബീബിൻ മോളാണ് റുഖിയ്യ റളിയല്ലാഹു അൻഹാ. രണ്ടാമത്തേത് ഉമ്മു കുൽസൂം ബീവിയാണ്. 2 പെൺകുട്ടികളെ ഹബീബ് കല്യാണം കഴിച്ചു കൊടുത്തു. 2 പേരും ഉസ്മാൻ തങ്ങൾ ജീവിച്ചിരിക്കെ മരണപ്പെട്ടു പോയി റളിയല്ലാഹു അൻഹുമാ. ഉസ്മാൻ എന്നവരെ കടന്നു വന്നപ്പോ സലാം ചൊല്ലി നബി തങ്ങൾ സമ്മതം കൊടുത്തപ്പോ ഹബീബ് കട്ടിലിൽ ഇരുന്നു, കാല് താഴ്ത്തിയിരുന്നു, കൊടഞ്ഞ് നേരെയാക്കി. നബി തങ്ങൾ വളരെ അറ്റൻഷൻ എന്നവരെ സ്വീകരിക്കുന്നു. ഉസ്മാൻ എന്നവരെ അവിടെ ഇരുമാനം പറയപ്പോ ആയിഷ ബീവി, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഉപ്പയും വന്നപ്പോ എനിക്ക് ഒരനക്കണ്ടില്ല നബി, അങ്ങ് കിടന്ന അങ്ങ് ശരിയാക്കി വസ്ത്രമിട്ടു, അങ്ങ് വളരെ നബിയെ എന്താണ് യോടും ഹഫ്സയുടെ ഒക്കാത്തൊരു മര്യാദ അവരോട് നിങ്ങൾ കാണിക്കുന്നത്? നബി തങ്ങൾ അലാ അസ്തഹി മിമ്മൻ തസ്തഹി മിൻഹു മലായികത്തുർ റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹുമാർ നാണിച്ചു പോകുന്ന മാനെ കാണുമ്പോൾ ഞാൻ നാണമുള്ളവരാണ്. ആ നാണ്ട് രാത്രിയിൽ കുളിക്കുമായില്ല, കുളിപ്പുരയിലും ശരീരത്തിന്റെ ഔറത്ത് പോലും കാണണ്ട എന്ന് ഇരുടാത്ത് കുടിച്ചിരുന്ന മഹാനാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. മാലാഖമാര് പോലും നാണിച്ചു പോകുന്ന ഉസ്മാൻ എന്നവരെ കാണുമ്പോൾ എന്റെ അടുത്ത സുഹൃത്താണ്, കൂട്ടുകാരൻ തന്നെയാണ്, എന്നാലും ഫ്രണ്ട്ഷിപ്പിന്റെ കൂടെ ഒരു റെസ്പെക്റ്റും ഞാൻ കൊടുക്കാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഫ്രണ്ട്ഷിപ്പിന്റെ സർക്കിളിൽ റെസ്പെക്റ്റ് കലർത്തുന്നത് കാണാൻ കഴിയും. സുഹൃത്തുക്കളെ, ആ സ്നേഹബന്ധമാണ് ദുനിയാവിൽ നിന്ന് ആഖിറത്തിലേക്ക് നീണ്ടുപോകുന്നത്. സ്നേഹവും കടപ്പാടുമുള്ള ബഹുമാനമുള്ള ബന്ധം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വല്ലദീ തസ്തഹി മിൻ മലായികമാൻ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ മാലാഖമാർ കരഞ്ഞു പോകുന്നു ഉസ്മാൻ എന്നവരെ കാണുമ്പോൾ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടുകാരെ എങ്ങനെ സ്വീകരിക്കുന്നു? ഇനി നബി തങ്ങൾ ചെന്ന് കണ്ട കൂട്ടുകാർ, ഹബീബിന്റെ സ്വഹാബികളിൽ നടന്ന ചില സംഭവങ്ങളെ നമുക്ക് പരിചയപ്പെടണം. ആദ്യമായി സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു. ചരിത്രം പറയാം അല്ലേ? എഴുതില്ലേ? എനിക്ക് തോന്നുന്നു ഞാൻ വാച്ചൊക്കെ നോക്കുന്നേ ഇല്ല. اللهم صل على محمد وعلى آل سيدنا محمد بارك وسلم. കൂടെ കൈയൊന്ന് പൊക്കി നോക്കി, നല്ല റാഹത്തൊന്ന് കഴിഞ്ഞൊന്ന് കൂടെ ശരിക്കും അപ്പോ എന്ത് ചെയ്യാം? കാലിന്റെ തെരുപ്പൊക്കെ ഒന്ന് മാറിയാലും ഓരൊക്കെ റാഹത്തായിട്ടിരിക്കും. എനിക്കറിയില്ല, നാളെയും മറ്റൊറ്റൊക്കെ കൂടെ അത് നടക്കാൻ പോകണം. മാഷാ അല്ലാഹ്, അധികം വൈകൂല. ഒരു സ്വലാത്ത് على النبي محمد الله سيدنا محمد سيدنا محمد سلم عليه. ജസാക്കല്ലാഹു ഖൈർ. വളരെ സന്തോഷം തോന്നുന്നു മുഅ്മിനീങ്ങൾ. നിങ്ങൾക്കൊരു കട്ടൻ കാപ്പി പോലും ഇവിടെ തരാനില്ല. ഈ മഴയത്തൊക്കെ ഒരു കട്ടൻ കാപ്പിയൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ. നാളെ ഒരു ചാൻസ് ഉണ്ട്. ഒരു ചൂടുള്ള എന്തെങ്കിലുമൊക്കെ കുടിക്കാനേ. ഞാനിപ്പോൾ ഒരു ചായ കുടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് റാഹത്തിലെ ചായ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കും എന്ന് തോന്നായി. അപ്പം ഞാനൊന്നും കുടിക്കണില്ല. നല്ല മൈക്കാണ് എനിക്ക് റാഹത്ത്. നിങ്ങൾ വേണമെങ്കിൽ പോയി കിടന്നുറങ്ങിക്കോളി, നല്ല റാഹത്താണ്. ഇനി കഴിഞ്ഞിട്ട് വിളിക്കാം. അൽഹംദുലില്ലാഹ്, നല്ല മൈക്ക്. ഇതാണ് ആകെ വേണ്ടത്. ചോറും കറിയും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല റാഹത്ത് കിട്ടിയാൽ വേറെ ഒന്നും പ്രശ്നമില്ല. അപ്പം എപ്പോഴും പറയും, മോനെ ഒരു 1.5-2 മണിക്കൂറൊക്കെ മതി. മൈക്ക് നന്നാകുമ്പോൾ 3 മണിക്കൂറും 4 മണിക്കൂറായി പോകുന്നുണ്ട്. അപ്പം കൺട്രോൾ ചെയ്യണം കേട്ടോ എന്ന് പറയും. ഞാൻ പറയുമ്പോൾ അറിയുന്നില്ല, 3 മണിക്കൂറൊക്കെ ആയി പോകുന്നത്. മൈക്ക് നന്നാകുമ്പോൾ അറിയുന്നില്ല. അങ്ങനെ കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ മിനിറ്റ് എണ്ണിട്ടായിരിക്കും പോവാം.
അപ്പോൾ അൽഹംദുലില്ലാഹ് വളരെ റാഹത്താണ്. അല്ലാഹു തആല എല്ലാത്തിലും അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഒക്കെ ശരിക്കും നന്നായിട്ട് നമ്മുടെ വിഷയങ്ങളൊക്കെ പറഞ്ഞൊന്ന് ദുആ ചെയ്യാനുണ്ട്. എല്ലാ വിഷമങ്ങളും ജീവിതത്തിൽ സംഭവിച്ചു പോയ പാളിച്ചകളൊക്കെ അല്ലാഹുവിനോട് പറഞ്ഞ് ഈ സദസ്സെന്ന് കണ്ണുനീര് വീണ് നമുക്ക് റബ്ബിനോട് ഉപ ചെയ്തിട്ട് അല്ലാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരട്ടെ. അല്ലാഹു നമ്മുടെ തെറ്റുകളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാന്യരെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു എന്ന ഏറ്റവും ശ്രേഷ്ഠനായ ആള് നിബിതങ്ങളോളം ഫുദൂലാശിച്ചിട്ടുണ്ട്. സ്ഥാനം കുറഞ്ഞ സന്ദർശിക്കുക പ്രയാസങ്ങളുള്ള അതിന്റെ മാതൃകയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹുഅലൈഹിവസല്ലം. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു രോഗിയായിക്കയാണ്. വന്ന് ബോധം പോകുമായിരുന്നു. ചെറുപ്പക്കാരനാണ്. മരിക്കുമ്പോ വലിയ പ്രായമില്ല. വാർദ്ധക്യത്തിന്റെ അവശതകളിൽ നിന്നുകൊണ്ടല്ല സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. ചെറുപ്പപ്രായത്തിലാണ്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഫവജദഹു മരീദൻ മുഗ്മാ അലൈഹി. നഷ്ടപ്പെടും. ചില ക്യാൻസർ പരീക്ഷിക്കരുത്. വേദന സഹിക്കാൻ പറ്റാങ്ങൾ മക്കൾക്കോ മാതാപിതാക്കൾ ഞങ്ങൾക്കോ കൂട്ടുകാർക്കോ ആർക്കുമേ നൽകല്ലേ തമ്പുരാനെ. മുഗ്മാ അലൈഹി, രോഗത്തിന്റെ വേദന കൊണ്ട് ബോധക്ഷയം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഹബീബിന്റെ കൂട്ടുകാരൻ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞു. അത് കണ്ടപ്പോ നോക്കണം, നിബിതങ്ങൾ കരഞ്ഞു. തന്റെ അനുയായിയെ കാണുമ്പോൾ ഹബീബ് കരഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾക്ക് സഹിക്കാൻ പറ്റിയില്ല. സ്വഹാബികൾ ചോദിച്ചു, മാലക യാ റസൂലല്ലാഹ്, നബിയേ അങ്ങ് കരയുകയാണോ? ഹബീബേ അങ്ങ് കരയുകയാണോ? അങ്ങ് കരയരുത് എന്ന് പറഞ്ഞിട്ടില്ലേ നബിയേ? കരയാണോ അങ്ങ്? ഇന്നല്ലാഹ ലാ യുഅദ്ദിബു ബിദംഇൽ ഐൻ. സ്വഹാബികളെ, കണ്ണുനീര് വന്നാൽ അല്ലാഹുവില്ല. വലാ ബിഹുസ്നിൽ ഖൽബി, ഹൃദയം തേങ്ങുമ്പോൾ അതിന് ശിക്ഷയില്ല. വഇന്നമാ യുഅദ്ദിബു ബിഹാദാ, നാവിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, ഈ നാവ് കൊണ്ടാണ് അല്ലാഹു ശിക്ഷ നൽകുന്നത്. രോഗത്തെ പഴിക്കരുത്, അല്ലാഹുവിനെ ശപിക്കരുത്. രോഗം തന്നത് പടച്ചവനാണെന്ന് പറഞ്ഞ് റബ്ബ് തആലയെ ശപിച്ചു പറയരുത്. അത് പറയാതെ സങ്കടത്തിലും വേദനയിലും കണ്ണുനീർ വരികയും മനസ്സ് നെഞ്ച് പൊട്ടിക്കരയുകയും ചെയ്താൽ പോലും അല്ലാഹു ശിക്ഷിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പാഠമാണത്. ഇനി ഹബീബിന്റെ രണ്ടാമത് സന്ദർശനം പനി ബാധിച്ചു കിടക്കുന്ന ഒരു അറാബിയെയാണ്. അറാബിക്ക് പനി ബാധിച്ചു. ശക്തമായ പനി. കൂടി വരികയാണല്ലേ, ഒരു കൊതുകാണ് പോലും. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ, എത്രയോ ചെറുപ്പക്കാരികൾ, ആണുങ്ങളും പെണ്ണുങ്ങളും ജാതിയും മതവും കൊതുകിനില്ല അല്ലേ? മരിക്കുകയാണ്. ഒരു കടി ഒരു നേരത്തെ. എത്ര ആരോഗ്യമുള്ള ചെറുപ്പക്കാർ മരിച്ചു റബ്ബേ. ഒരു ഉപ്പയുടെ 2 മക്കൾ രോഗത്തെ അവസ്ഥയിലാണെന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി. പൈസയും എല്ലാം കൊണ്ടുപോവാം. ഇമ്മ്യൂണിറ്റി വർദ്ധിക്കും. അപ്പമാർ അല്ലാഹു ശിഫ നൽകട്ടെ. അല്ലാഹുവേ നൽകണേ തമ്പുരാനെ. കാവലിലാക്കണേ തമ്പുരാനെ. നിന്റെ കാവൽ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അറാബിയായ നബിതങ്ങൾ സന്ദർശിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മലയോരത്ത് താമസിക്കുന്ന ഒരു കാടൻ പ്രദേശത്ത് താമസിക്കുന്ന മലയോരവാസിയെ അള്ളാഹുവിന്റെ റസൂൽ ചെന്ന് സന്ദർശിക്കുമ്പോൾ നല്ല പനി പിടിച്ചയാൾ വിറക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ ഏത് രോഗിയെ കാണുമ്പോഴും പറയാൻ പറഞ്ഞ ഒരു പ്രാർത്ഥനയുണ്ട്, നമ്മൾ പഠിച്ചു വെക്കണം. ലാ ബഅസ് തുഹൂറുൻ ഇൻഷാ അല്ലാഹ്. അങ്ങനെ പറയട്ടെ. ഒരുപാട് ദുആണ്ട്, ഇത് ചെറുത് വേഗം പഠിക്കാം. ലാ ബഅസ് തുഹൂറുൻ ഇൻഷാ അല്ലാഹ്. സാരമില്ല, സുഖമാവും ഇൻഷാ അല്ലാഹ്. അതതിന്റെ അർത്ഥം. എത്ര വലിയ ക്യാൻസർ രോഗമാണെങ്കിലും ട്യൂമറാണെങ്കിലും എത്ര വലിയ ഫെയില്യൂർ സംഭവിച്ചതാണെങ്കിലും മൾട്ടിപ്പിൾ ഓർഗാൻ ഫെയില്യൂർ ആണെങ്കിൽ തന്നെയും നമ്മൾ പറയേണ്ടതില്ല രോഗിയെ സന്ദർശിക്കുമ്പോ ആരില്ല, എല്ലാം സുഖമാവും. അങ്ങനെയാണ് രോഗികളെ കാണുമ്പോൾ അതാണ് പറയേണ്ടത്. അവിടെ നിന്ന് വേറെ ഒരു ഡയലോഗും പറഞ്ഞു പോകരുതേ. മുഅ്മിനെ, നാളെ നമ്മളാവും ആ ബെഡിൽ കിടക്കുക. അവിടെ ചെന്നിട്ടുണ്ട് ഓരോരുത്തർക്കും എന്തിപ്പോ ഡോക്ടർ പറഞ്ഞത്? ഡോക്ടർ പറഞ്ഞു പിന്നെ കൊണ്ടുപോയി പൊളിഞ്ഞൊന്നും ഇല്ലാന്നാ, കഴിഞ്ഞു എന്നാ. ഇതൊക്കെ ഒരു രോഗിയോട് മുമ്പിൽ വെച്ച് സംസാരിക്കുമ്പോൾ നമ്മളാണിത് കേൾക്കുന്നതെങ്കിൽ നമ്മുടെ മനസ്സിന്റെ അവസ്ഥ എന്താ മുമ്പിനെ നമ്മളൊന്ന് ആലോചിക്കണ്ടേ. ഒരു കോമൺ സെൻസ് മനുഷ്യ വേണമെന്നാണ്, സാമാന്യ ബുദ്ധി എന്നല്ലേ പറയാം.
എപ്പോഴും പറയേണ്ടത് സാരമില്ല, സാരമില്ല. ഡോക്ടർമാർ മടക്കയച്ചിട്ട് നീ കൊണ്ടുപോയിക്കോളൂ, കഞ്ഞിവെള്ളം കൊടുത്തോളൂ, ചുണ്ടിൽ നനച്ചു കൊടുത്തോളൂ, സംസം കൊടുത്തോളൂ, നിങ്ങൾ പടച്ചോനോട് പ്രാർത്ഥിച്ചോളൂ, ഞങ്ങളെ കൊണ്ട് ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞ് മടക്കി അയച്ച രോഗികൾ 20-30 കൊല്ലം ജീവിച്ചത് എത്രയാണ്? അത്ഭുതം സംഭവിക്കാറില്ലേ? അത്ഭുതം സംഭവിക്കാറില്ലേ? അല്ലാഹുവിന്റെ കയ്യിലാണ് അജൽ കിടക്കുന്നത്. കാരണമല്ല, രോഗം വന്നാക്കിയ മരിക്കാൻ നിശ്ചയിച്ചതാകുമ്പോഴാണ് രോഗം മരിക്കുന്നപ്പോൾ മരിക്കടിക്കുകയും വേണ്ടാണുക. മരണം അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ഗത്തിൽ മരിക്കൂ. പിന്നെ എന്തിനാണ് നമ്മൾ പ്രയാസപ്പെടുന്നത്, നമ്മൾ പരിഭ്രാന്തരാകുന്നത്? രോഗികളോട് പറയണം ഇത് പറഞ്ഞപ്പോ അറാബിക്ക് ഹബീബിന്റെ ആ മറുപടി, ഹബീബിന്റെ പ്രാർത്ഥന ഇഷ്ടമായില്ല. എന്താ ചെയ്യാ? ആൾക്കത് പിടിച്ചില്ല. ആള് പറഞ്ഞു, നബിയേ അലാ ശൈഖിൻ കബീർ തുസീറുഹുൽ ഖുബൂർ. എന്റെ രോഗം ശിഫയാകുമെന്നോ നബിയെ നിങ്ങൾ പറയുന്നത്? എന്ത് ടെമ്പറേച്ചറുള്ള ചൂടാണ് നബിയെ? അടുപ്പിലെ തീയാളുന്ന പോലെ ചൂടുള്ള പനിയാ നബിയെ. അലാ ശൈഖിൻ കബീർ, ഒരുപാട് പ്രായമായ വയസ്സനല്ലേ നബിയെ ഞാൻ. തുസീറുഹുൽ ഖുബൂർ, ഖബറിലേക്ക് പോകാനായി കാണും നബിയെ. ഇത് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന് മറുപടി കൊടുക്കേണ്ടി വന്നു. സുഖമാവും എന്ന് നബി തങ്ങൾ പറഞ്ഞതിന് മിണ്ടാതിരുന്നാൽ അല്ലാഹു ആ ദുആ സ്വീകരിക്കുകയും ആ മനുഷ്യന് ശിഫ കിട്ടുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അയാൾ പറഞ്ഞു, നബിയേ ഇത് ശിഫയാകില്ല, അങ്ങ് പറയുന്നു ശിഫയാകുമെന്ന്. എന്നാൽ ഈ കത്തുന്ന പനി, ഈ വയസ്സായ ശരീരം, ഖബറിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന എനിക്കോ എന്ന് പറഞ്ഞപ്പോ നഅം ഇദൻ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്ന് നബി മറുപടി പറഞ്ഞു. 3 ദിവസം കൊണ്ട് ഇയാൾ മരിച്ചു. 3 ദിവസമാ പിന്നെ നിന്നത്. അതുകൊണ്ട് നമുക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ ഒരു ഉമ്മയും, പ്രായമുള്ള ഒരു ഉമ്മയോ ഉപ്പയോ പ്രായമില്ലാത്തവരോ ഏതെങ്കിലും ശിഫയാകും എന്ന് പറയുമ്പോൾ ഇല്ല എനിക്ക് ശിഫയാവില്ല എന്ന് പറയല്ല, എനിക്ക് മാറില്ല എന്ന് പറയരുത്. അല്ലാഹുവല്ലേ ശിഫ തരുന്നവൻ, ഡോക്ടറല്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി കൊടുത്തു, നഅം ഇദൻ. ആദ്യം നബി സന്ദർശിച്ച കഥ പറഞ്ഞത് സഅദ് ഇബ്നു ഉബാദ, പിന്നെ വരുന്നത് ഈ അറാബി. മൂന്നാമത് ഹബീബായ നബി തങ്ങൾ ദർശിക്കുന്ന സഹാബിയുണ്ട് മഅറൂർ റളിയല്ലാഹു അൻഹു. റസൂലിന്റെ സ്വഹാബികളിലെ ഇസ്ലാമിക വലിയ വലിയ അല്ലാഹുവിന്റെ റസൂൽ അവരെ കാണാൻ ചൊല്ലുമ്പോൾ മതോട് അവരുടെ കണ്ണുനീർ നിങ്ങളെ ചെറുപ്പക്കാരെ, പ്രായമുള്ള ആളുകൾ അസുഖമായി കിടക്കുമ്പോ അവരെ സന്ദർശിക്കാതെ പോകരുത് മുഅ്മിനെ. നമുക്ക് നമ്മുടെ ഫ്രണ്ട്ഷിപ്പും നമ്മുടെ കൂട്ടുകാരികളും ഒക്കെ ആയിരിക്കും വലുത്. പക്ഷേ പ്രായമായ ഉപ്പയും ഉമ്മയും വല്യുപ്പയും വല്യമ്മയും അവരെ വന്ന് കാണുന്ന സന്ദർശകരെ കാണുമ്പോൾ അവർക്കൊരു സന്തോഷം കിട്ടും. അല്ലാഹുവിന്റെ സാമീപ്യം രോഗിന്റെ അടുത്തുണ്ടെന്നല്ലേ. അതുകൊണ്ട് സന്ദർശിക്കണം, രോഗികളെ ചെന്ന് കാണണം. ഹ്രസ്വമായ സന്ദർശനം കിട്ടും. കുറേ നേരം ഇരിക്കാൻ പാടില്ല രോഗിന്റെ അടുത്ത്. വരിക, 5 മിനിറ്റ് ദുആ ചെയ്യാൻ പോവുക. കുറേ നേരം ഇരിക്കരുത്. ആ രോഗി മൂത്രമൊഴിക്കേണ്ടാവും, അവിടെ വാസന വരും, അപ്പോൾ വരുന്നവർക്ക് വെറുപ്പ് തോന്നും, അവിടെ വൃത്തിയാക്കി കൊടുക്കേണ്ടി വരും. കൂടെ നിൽക്കുന്ന ആളുകൾ പ്രയാസം തോന്നും, വന്നവർ റൂമിൽ നിന്ന് പുറത്തു പോകാണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പുറത്തു പോകില്ലെന്ന് പറയാൻ പ്രയാസം വരും. ഒക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കണം. മുത്തനബി തങ്ങൾ വന്ന് സന്ദർശിക്കുമ്പോ ബറാ ഇബ്നു മഅറൂർ റളിയല്ലാഹു അൻഹു സക്കറാത്തിൽ മൗത്തിലാണ്. നബി നിങ്ങളെ കണ്ടപ്പോൾ വിരലുയർത്തിട്ട് പറയാൻ തുടങ്ങി, നബിയേ അശ്ഹദു അന്നക ബല്ലഗ്ത റിസാല വഅദ്ദൈതൽ അമന വനസഹതൽ ഉമ്മ അശ്ഹദു അന്നാ ഖദ് വദനാ മാ റബ്ബുനാ ഹഖ്ഖാ. ഒരു വല്ലാത്ത വാക്കാണ് കേട്ടോ. മരിക്കുമ്പോ സ്വർഗം കണ്ട് മരിച്ച സ്വഹാബിയാണിത്, ബറാ ഇബ്നു മഅറൂർ റളിയല്ലാഹു. മുന്നാര നബിയേ, അല്ലാഹുവിന്റെ ദൗത്യം അങ്ങ് ഞങ്ങൾക്ക് എത്തിച്ചു തന്നു. വഅദ്ദൈതൽ അമാന, അല്ലാഹു നിങ്ങളെ ഏൽപ്പിച്ച ആ തത്വം എന്തോ, ഇസ്ലാം എന്തോ, നിയമങ്ങളെന്തോ ഞങ്ങൾക്ക് അങ്ങ് പറഞ്ഞു തന്നു. വനസഹതൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ നന്മയാണ് നബിയെ രക്ഷിച്ചത്. അഷ്ഹദു, ഞാൻ സാക്ഷ്യം വയ്ക്കയോ നബിയേ,
ഞങ്ങളുടെ രക്ഷിതാദാനങ്ങൾ കണ്ടു നബിയേ എന്നാണ് പറയുന്നത്. ഇന്നല്ലദീന റബ്ബല്ലാഹു സുമു ഇന്നല്ലദീന ഖാലല്ലാഹു മസ്തമു تنزل الملائكة لا تخافوا لا تحزنوا وأبشروا بالجنة التي أنتم توعدون في الحياة الدنيا وفي الآخرة. മുഅ്മിനീങ്ങളായി ജീവിച്ചവർ, നേരായ വഴിയിലൂടെ കടന്നുപോയവരെ, സജ്ജനങ്ങളുടെ മാർഗത്തിലൂടെ ചരിച്ചവരെ മരിക്കാൻ കിടക്കുമ്പോൾ മാലാഖമാർ ചെന്ന് പറയുമത്രേ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് പോകാനുള്ള സ്വർഗമിതാകില്ലേ, ഇങ്ങോട്ട് പോരുന്നില്ലേ എന്ന് സ്വർഗം കാണിച്ചുകൊണ്ടാണ് മാലാഖമാർ അവരെ പോകുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ വാക്കിനെ കുറിച്ചാണ് ബറാ ഇബ്നു മഅറൂർ എന്ന സ്വഹാബി പറയുന്നത്. നബിയേ, അല്ലാഹു പറഞ്ഞത് ഞങ്ങൾ കണ്ടു നബിയേ. എന്നിട്ട് അന്ത്യശ്വാസം വലിച്ച് ലോകത്തോട് വിട പറഞ്ഞ മഹാനായ ബറാ ഇബ്നു മഅറൂർ റളിയല്ലാഹു അൻഹു, മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ഹദീസ് വ്യാഖ്യാനിച്ചപ്പോ പറഞ്ഞു, സ്വർഗം കണ്ടു ദുനിയാവിൽ വെച്ച്, നിങ്ങളെ കണ്ടു ബറാ ഭൂമിയിൽ വെച്ച് അല്ലാഹു നൽകാൻ പോകുന്ന സ്വർഗത്തിന്റെ ഇടം കണ്ടു ബറാ ഇബ്നു മഅറൂർ റളിയല്ലാഹു തആല അൻഹു. ഇവിടെന്ന് കണ്ടിട്ടാ പോകുന്നത്. അങ്ങനെ എത്ര മുഅ്മിനീങ്ങളുണ്ടങ്ങനെ, എത്ര നല്ല ഉമ്മമാർ, എത്ര നല്ല ഉപ്പമാർ. വുദൂഇന്റെ അവസ്ഥയിൽ എനിക്ക് സംസം തരുമോ എന്ന് ചോദിച്ചിട്ട് സംസം കുടിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി കൊടുത്തിട്ടോ ആ വചനം ഉച്ചരിച്ച് അന്തസ്സിൽ മരിച്ചീങ്ങൾ. അല്ലാഹുവേ, നിങ്ങൾ എങ്ങനെ പോകുമെന്നാണ് അല്ലാഹുമ്മ അഹിബത പടച്ചവനെ, ഞങ്ങൾ നന്നായ തമ്പുരാനെ, മരിക്കുന്ന സമയം ഒരു സ്ഥലത്തും നയിലുമാക്കി തരണേ. തിന്മാ സാധ്യതകളിൽ നിന്ന് കിടക്കണേ. എന്നവരിത് പറയുന്നത് മരിച്ചിട്ടില്ല. മഹാനവറുകൾ മരിക്കാൻ പോകുന്നതിന് മുമ്പേ റസൂൽ വീട്ടു നൽകുകയാണ്. ഹബീബെടുത്ത പരിശുദ്ധമായ പള്ളിത്തുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളതാ വിളിക്കുന്നു, ബറാ മരിച്ചുയേ ബറാ. ഇത് കേട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പരിഭ്രമിക്കുകയല്ല, നബി തങ്ങൾ വിഷമിക്കുകയല്ല. ഖിബിലയിലേക്ക് തിരിഞ്ഞു നിന്ന് രണ്ട് കൈ ഉയർത്തിയിട്ട് പറയുന്നു, അല്ലാഹുമ്മ ഇൽഖൽ ബറാ, ബറാഇനെ നീ കണ്ടുമുട്ടണം അല്ലാഹ്. ഫദ്ഹക് ഇലൈഹി വയദ്ഹകു ഇലൈക, റബ്ബേ നീ ബറാഇനോട് ചിരിക്കണം, ബറാ നിന്നോട് ചിരിക്കണം, അങ്ങനെ നീ ബറാഇനെ സ്വീകരിക്കണം അല്ലാഹ് എന്ന് ഹബീബ് ദുആ ചെയ്ത ഈ ഒരു സ്വഹാബിക്ക് വേണ്ടി മാത്രമാണ്, ഈ ഒരു സ്വഹാബിക്ക് വേണ്ടി മാത്രമാണ് അല്ലാഹുവേ നീ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കണം ബറാഇനെ എന്ന് ഹബീബ് ദുആ ചെയ്യുന്ന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരണസന്ദർഭങ്ങളിൽ അല്ലെങ്കിലും ഹബീബ് സന്ദർശിക്കാറുണ്ട് വീട്ടുകാരെ. മുഅ്മിനീങ്ങളെ, സന്ദർശനങ്ങൾ പാപങ്ങളുടെ അടികളായി വാതിൽ തുറക്കുന്ന കാലമാണിത്. നമ്മളുടേതല്ലാത്ത വീടുകൾ, നമ്മളുടെ അകന്ന ബന്ധങ്ങളാകട്ടെ അല്ലാത്തതാവട്ടെ, വീടുകളിൽ അന്യ സ്ത്രീ പുരുമാർ ഇടപഴകുന്ന, കൂടിക്കലരുന്ന, സ്നേഹബന്ധങ്ങളായി മറയുന്ന, ഇഷ്ടപ്പെടാത്ത വഴികളിലേക്ക് നീങ്ങുന്ന ബന്ധങ്ങളായി ഇവിടെ ഇടപെടലുകൾ മാറിപ്പോകുന്നുണ്ടെങ്കിൽ നമ്മൾ പരീക്ഷിക്കപ്പെടുകയാണെന്ന് ഓർക്കണം. നമ്മൾ ചെറുപ്പക്കാരികൾക്കും നൽകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സന്ദർശമായി അല്ലാഹുവിന്റെ സ്വഹാബിയാത്തുകളിൽ പ്രായം എന്നാൽ സ്ഥതകളുള്ള ത്യാഗീവയാണ്. വീട്ടിലേക്ക് വൈബ് കിടന്നുറങ്ങും. ആ വീട്ടിൽ അല്ലാഹു റസൂൽ ആ ഉച്ച നേരത്തെ ചെറുമയക്കം ഇവിടെ വീട്ടിൽ ആ സമയം എയർ കണ്ടീഷനിൽ നിന്ന് ഹബീബിന്റെ ശരീരത്തിൽ നിന്ന് ശുദ്ധമായ നീർ അവരുമായിരുന്നു. നിഷേധിക്കാൻ പറ്റാത്തത് കുപ്പിയിൽ ഹബീബിന്റെ ശരീരത്തിൽ നിന്ന് ഉച്ചി വീഴുന്ന വിയർപ്പ് ഉമ്മു സുലൈം വെക്കും. എന്തിനാണെന്നറിയുമോ? അശദ്ദ റായിഹതൻ മിനൽ മിസ്ക്
കസ്തൂരിയേക്കാൾ സുഗന്ധമുണ്ട് ഹബീബിന്റെ വിയർപ്പിന്. ആ വിയർപ്പ് തുള്ളി എന്തിനാണ് ഉമ്മു സുലൈം എന്നവർ സൂക്ഷിച്ചതെന്നറിയുമോ? സുഗന്ധമായി ഉപയോഗിക്കാനല്ല. ഹബീബ് ജീവിച്ചിരിക്കുമ്പോഴും ഹബീബിന്റെ വഫാത്തിന് ശേഷവും അവിടുത്തെ കുടുംബത്തിൽ, നാട്ടുകാരിൽ, മല്ലുകാരിൽ ആർക്കെങ്കിലും ഒരസുഖം വന്നാൽ ഹബീബിന്റെ വിയർപ്പ് തുള്ളിയിൽ നിന്ന് ഒരു തുള്ളി ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ആ വെള്ളം കൊണ്ട് രോഗിയെ കുടിപ്പിക്കുകയും കുളിപ്പിക്കുകയും ചെയ്യുമ്പോഴേക്കും അല്ലാഹു രോഗത്തിന് ശിഫ നൽകുമായിരുന്നു. മരുന്നായിട്ട് ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ ഹബീബിന്റെ സന്ദർശന വേളയിൽ ഹബീബിന്റെ വിയർപ്പ് സൂക്ഷിച്ചത് പരിശുദ്ധമായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ഹബീബ് സന്ദർശിച്ചു മറ്റൊരു മഹദിയെ, ഉമ്മു ഹറാം ബിൻതു മിൽഹാൻ റളിയല്ലാഹു അൻഹു. ഉമ്മു ഹറാം ബിൻതു മിൽഹാൻ ഒരുപാട് ഇബാദത്ത് ചെയ്തിരുന്ന ഉമ്മയാണത്. ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വീട്ടിൽ ഒരു ഉച്ചമയക്കത്തിന് വരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രായമുള്ള സ്ത്രീയാണ്, ഉമ്മയെ ബഹുമാനിക്കുന്ന ഉമ്മയാണ്. അവരുടെ ഒരു തിണ്ണയിൽ വന്ന ഹബീബ് കിടന്നു. ദിവസം രാത്രി ഉറക്കം ഉള്ളൂ. അവരുടെ കൂട്ടുകാരുടെ എന്നവരുടെ വീട്ടിൽ അന്ന് ഉച്ചക്ക് കടന്നപ്പോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. നബി ഉറങ്ങുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ എന്തിനാ നബിയെ ഇരിക്കുന്നത്? ഉറക്കത്തിൽ നബി തങ്ങൾക്കാണ്. നമ്മുടെ ഉറക്കം പോലെയല്ല ഹബീബിന്റെ ഉറക്കം. ഞാൻപോൾ എന്റെ കണ്ണുകളാണ് ഉറങ്ങുന്നത്, എന്റെ ഹൃദയം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നബി തങ്ങൾ. പ്രവചനം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് പ്രവാചകന്മാർക്ക് സ്വപ്നത്തിലുണ്ടാകുന്ന വെളിപാടുകൾ അത് തന്നെയാണ്, ഉണർവിലാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്തിനാ ചിരിച്ചതെന്നറിയില്ല. ഒരു വിഭാഗം തിരമാലകുമീതെ സഞ്ചരിക്കുന്നത് ഡയറക്റ്റ് ഒരു സമുദ്രം കണ്ടിട്ടില്ല, ഒരു സമുദ്രത്തിലും നബി തങ്ങൾ യാത്ര ചെയ്തിട്ടില്ല. എന്നാൽ ഹബീബ് ഹദീസിലോ ഉദാഹരണം അല്ലാഹുവിന്റെ റസൂലിൽ വെള്ളയായി കപ്പലിനെ കുറിച്ചുണ്ട്. ഹബീബ് കപ്പൽ കണ്ടോ? ഇല്ല. യാത്രയെ കുറിച്ച് പറഞ്ഞു, സെയിലിംഗ്, കടലിൽ വെള്ളത്തിലുള്ള യാത്രയെ കുറിച്ച് ഹബീബ് യാത്ര ചെയ്തോ? ഇല്ല. ഉമ്മു ഹറാം ബീവിയോട് ഹബീബ് പറഞ്ഞു, എന്റെ ഉമ്മച്ചികൾ പോകുന്നത് ഞാൻ കണ്ടു. മുലൂക്കൻ അലൽ അസിറ, നല്ല ബെഡ്റൂമുകൾ പലകളിൽ ബെഡിൽ കൊണ്ട് രാജാക്കന്മാരെ പോലെ ദീനിന്റെ സമരത്തിന് വേണ്ടി അല്ലാഹുവിന്റെ ദീൻ ഉയർത്തിപ്പിടിക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സംരക്ഷണത്തിന് വേണ്ടി കപ്പലിൽ പോകുന്ന എന്റെ ഉമ്മത്തിലെ ഒരു സംഘം ആളുകളെ അല്ലാഹു എനിക്ക് കാണിച്ചു തന്നു. അന്നേരം ബീവി പറയുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, ഉദുല്ലാഹ അൻ നകൂന മിൻഹും, ആ സംഘത്തിൽ എനിക്ക് പോകണം നബിയെ, എനിക്ക് ദുആ ചെയ്യണം. എനിക്ക് പോകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻതി മിൻഹും, നിങ്ങൾ ആ സംഘത്തിൽ. അപ്പോ നബി തങ്ങൾ വീണ്ടും ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് ഉറന്ന്, അതേ ചോദ്യം, എന്തിനാ നബി ഇരിക്കുന്നത്? നബിയുടെ മറുപടി, ഒരു വിഭാഗം പോകുന്നത് ഞാനോ പോലെ അവരെ മാർഗത്തിലെ ധർമ്മസമരത്തിന് വേണ്ടി നബിയെ ആ എനിക്ക് പോകണം, എനിക്ക് ദുആ ചെയ്യണം. ദീനിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ കൊണ്ട് അല്ലാഹുവിന് വേണ്ടി, സത്താണെങ്കിൽ സമ്പത്ത്, ആഭരണങ്ങൾ കൊടുത്തുകൊണ്ടാണെങ്കിൽ അങ്ങനെ, ചെയ്തുകൊണ്ടാണെങ്കിൽ അങ്ങനെ, ഒരു വാക്ക് പറഞ്ഞിൽ അങ്ങനെ, ദീനിനെ അല്ലാഹുവിന്റെ ആദ്യം പോലുള്ളത് രണ്ടാമത്തെ സംഘത്തിൽ ഇതങ്ങൾ വഫാത്താകുന്നു. ശുദ്ധീകര ഭരണം, ഉമർ എന്നവരുടെ ഭരണം നടക്കുന്നു. മഹാനായ ഉസ്മാൻ എന്നവർ ഭരിക്കുന്നു. 35ഓളം കൊല്ലം യസീദ് ഇബ്നു മുആവിയുടെ നേതൃത്വത്തിൽ മുആവിയ ഭരണകാലന് കപ്പലിലേക്ക്, തുർക്കിയിലേക്ക് ഒരു കപ്പലിൽ സ്വഹാബിമാർ ആദ്യമായി ജിഹാദിന്റെ ധർമ്മത്തുന്നത്. ഇപ്പോ ഖലീഫമാരുടെ വഫാത്തിന് ശേഷം ഉമ്മു ഹറാം ബിൻതു മിൽഹാൻ അല്ലാഹു ആയുസ് നീട്ടിക്കൊടുത്തു. ഇവങ്ങൾ എന്താ പറഞ്ഞത്? ആദ്യ സംഘത്തില് രണ്ടാം അതിൽ നിങ്ങളില്ല എന്ന് പറഞ്ഞോ, നിങ്ങൾ ഒന്നാമത്തതിലാണ്. യാത്ര പോകുന്നു. ആ യാത്രയിൽ കപ്പലുള്ള സ്വഹാബി തന്റെ ഭർത്താവിന്റെ ഇബാദത്ത് സ്വാമിത് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ് ഉമ്മു മിൽഹാൻ. ഇബാദത്ത് ബിൻ സ്വാമിവാനും ആർക്കെങ്കിലും പറ്റിയാൽ അവർക്ക്
അവർക്കും ശുശ്രൂഷാനും വേണ്ടി ദീനിന് വേണ്ടി ത്യാഗം ചെയ്ത് വൃദ്ധയായ ഒരു ഉമ്മ പോകുന്നുണ്ട് കപ്പലിൽ. ആ ഉമ്മയുടെ ഭർത്താവുണ്ട് കൂടെ, ഉബാദത്ത് ബിൻ സ്വാമിത്, മദീനക്കാരനായ പ്രമുഖനായ സ്വഹാബി അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹു. ആ സംഘത്തിലുണ്ട്. പോകുന്നത് എങ്ങോട്ടാണ്? കോൺസ്റ്റാന്റിനോപ്പിൾ. തുർക്കിയുടെ പഴയ പേരാണത്. തുർക്കി ഇത്ര അറിയപ്പെടുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ എന്നാണ്. അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു അവിടെ എത്തുന്നു. മഹാനായ അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു പിന്നെ ഒരിക്കലൂടെ തിരിച്ചു വന്നില്ല മദീനയിലേക്ക്. എന്നാൽ ഉമ്മു ഹറാം ബിൻതു മിൽഹാൻ റളിയല്ലാഹു അൻഹ തന്റെ ഭർത്താവിന്റെ കൂടെ മദീനയിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ അവര് ഷാമിലൂടെ, ഫലസ്തീനിലൂടെ, മെഡിറ്ററേനിയൻ കടലിൽ കപ്പലിറങ്ങിയിട്ട് അവരിങ്ങോട്ട് തിരിച്ചു വരുമ്പോ ഉമ്മു ഹറാം ബീവി റളിയല്ലാഹു അൻഹ വഴിയിൽ വെച്ചിരിക്കുകയാണ്. അവര് തിരിച്ചു വന്നു. രണ്ടാമത്തെ ട്രിപ്പ് വരെ ആയുസ്സുണ്ടായില്ല. ആദ്യത്തെ ട്രിപ്പിൽ ചുവത്ത ഒരു സ്വഹാബിയുണ്ട്. തുർക്കിയിൽ മരണപ്പെട്ട് കിടക്കുന്ന ഒരു സ്വഹാബിയുണ്ട്. അവരുടെ പേരെന്താ? കോൺസ്റ്റാന്റിനോപ്പിളിൽ ഷഹീദായി കിടക്കുന്ന ഒരു സ്വഹാബി. ആ സ്വഹാബി പറഞ്ഞിട്ടുണ്ട്, എന്നില്ല നിങ്ങൾ ആരും എന്നെ കൊണ്ടുപോവല്ലേ, ഞാൻ തുർക്കിയിൽ തന്നെ നിൽക്കാം. ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല പുനർജ നൽകുമ്പോൾ സയബഅസുനില്ലാഹു മിൻ ബൈനിൽ കുഫാർ. വളരെ സ്വന്തം നഫ്സിനെ ആരാധിക്കുന്നവരും പൈസിക്കുന്നവരുമായി അറിയാത്ത വലിയ ജനവിഭാഗത്തിനിടയിൽ അല്ലാഹു എന്ന ഒരാളായിട്ട് നാളെ അല്ലാഹു ഒരിക്കലും ഞാൻ എഴുന്നേൽക്കുമ്പോ എന്റെ നാവുകളിൽ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക വന്നിഅമ വൽ മുൽക ലാ ശരീക ലക് എന്ന തൽബീലിട്ട് നാളെ മരണാഗ്രഹ പറഞ്ഞിട്ടുണ്ട്. കോൺസ്റ്റാന്റ് മതിലിന്റെ അരികത്തേക്ക് അവിടെ മരിച്ച സ്വഹാബി പറയുന്നു, ഞാൻ അടക്കമുള്ള കൂട്ടുകാരോടാണ് നബിതങ്ങൾ പറഞ്ഞത്, നിങ്ങളിൽ ഒരാൾ തുർക്കിയിലാണ്, അവരും മരിച്ചു, ഇനി ഞാനാണ് ബാക്കിയുള്ളത്, സംശയമുണ്ട്, അതുകൊണ്ട് മരണം ഇവിടെ സവിച്ചാക്കിൽ തന്നെ മറവ് ചെയ്യണേ എന്ന് റസൂൽ മദീനയിലേക്ക് ഭക്ഷണം ഞാൻ തരാം, കിടപ്പായ ഞാൻ തരാം, അങ്ങ് എന്റെ വീട്ടിലേക്ക് വരുമോ എന്ന് ചോദിച്ചിട്ട് ആ ഭാഗ്യം കിട്ടിയ ഒരു സ്വഹാബിയുണ്ട്. ഹബീബിന്റെ ഒട്ടകം ഏതൊരു സ്വഹാബിന്റെ വീട്ടുമുറ്റത്താണോ മുട്ടുകുത്തിയത്, ആ സ്വഹാബിയാണ് ഈ യുദ്ധത്തിൽ ഉബാദത്ത് ബിൻ സ്വാമിത് എന്നവരുടെ കൂടെ യാത്ര പോയ സ്വഹാബി അബൂ അയ്യൂബുൽ അൻസാരി. ഒന്നുറക്കെ പറഞ്ഞാട്ടെ, അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ ഖബർ കിടന്നത് ആഹാരാണ് പറഞ്ഞത്, ഞാൻ തൊടാൻ നബിങ്ങളിൽ ഒരാൾ തുർക്കിയിലായിരിക്കുമെന്ന് പറഞ്ഞത്. അവർക്ക് മരിച്ചു, ഇനി അതിന് ഞാൻ ആഗ്രഹിക്കുന്നു. തുർക്കി 900 വയസ്സ് പോയേക്കും, കണ്ണൂര് പോവോ, തൊട്ടിട്ടിരിക്കൂലേ? ആചാണ് നബി പറഞ്ഞിട്ട് നിങ്ങളുണ്ടാകുന്ന പറഞ്ഞ സംഘത്തിൽ അബത്തിന്റെ കൂടെ നബി പറഞ്ഞ ഒരു മുഅ്ജിസത്ത് കൂടി നടക്കണം. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന സ്വഹാബിന് വേണ്ടി 90 കഴിഞ്ഞ അബൂ അയ്യൂബുൽ അൻസാരി സ്വഹാബി യാത്ര പോകുമ്പോഴല്ലേ എന്റെ അവസ്ഥ അറിയുന്നത്. വേണ്ടി എന്ത് യാത്ര നമ്മള് നമ്മുടെ ബിസിനസ്സുകൾക്ക് ഒരു നീയത്ത് ഇവിടെ ചെന്നാൽ, ഞാൻ ഇവിടെ ചെന്നാൽ ദീനി എന്നത് ചെയ്യും, നീയത്ത് കൂടെ നമ്മുടെ യാത്രയിൽ ഒന്ന് ക്ലബ് ചെയ്യണം. അപ്പോഴാണ് നബിതങ്ങൾ 40 ആടുകളെ കൊടുത്തൊരു ഉമ്മയുണ്ട്, ഉമ്മു അയ്യൂബ് റളിയല്ലാഹു അൻഹ. അവസാനിപ്പിക്കും, അത് കുറേ ഉണ്ട്, നമുക്ക് പറഞ്ഞു നേരം അവസാനിപ്പിക്കുകയാണ്. തണുപ്പൊക്കെ ആയതുകൊണ്ട് വലിയ പ്രയാസമൊക്കെ ഉണ്ടാകും. സുഖിക്ക് നിർത്തില്ലേ? ഇനി നിർത്തില്ലേ? അടുത്ത കാലത്തൊന്നും വിളിക്കരുത്, ആത്മഹത്യ നടത്തുന്നത്.
ആടുകളെ നിങ്ങൾ വളർത്തിക്കോളൂ. 41ാമത്തെ ആട് ജനിക്കുമ്പോൾ അതിലൊരു മുതിർന്ന ആടിനെ അള്ളാഹുവിന്റെ റസൂലിനും സ്വഹാബത്തിനും ഭക്ഷിക്കാൻ കൊടുക്കുന്ന ബീവിയാണ് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹാ. ആ ബീവിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിത്യേന എന്നോണം സന്ദർശിക്കുമായിരുന്നു. നല്ല പ്രായമുള്ള ഉമ്മയാണ്. 40 ആട് ഉണ്ടാകും. 41 ഒന്ന് പള്ളിയിലേക്ക് അള്ളാഹുവിന്റെ റസൂലിനും സ്വഹാബത്തിനും പള്ളിയിലേക്ക് വരുന്ന യാത്രക്കാരും മദീനയുടെ പുറത്തുനിന്ന് വന്ന യാത്രക്കാർക്ക് വേണ്ടി മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുന്ന ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹാ. പള്ളിയിലെ സമ്മർദ്ദമൊക്കെ വീട്ടിൽ ഭക്ഷണം ഉണ്ടോ? അങ്ങനെ ഇല്ല. കാശ് കൊടുത്തേക്കാം, അവരുണ്ടെങ്കിൽ പോയി കഴിച്ചോട്ടെ. കൊടുത്തൊരത്തിലാണ് ബീവി ആടുകളെ വളർത്തുക. 40 ആട്. അന്ന് 41 ആവൂല. ഒന്നായാൽ ആ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമ്മേ നിങ്ങൾക്ക് ഞാൻ തന്ന തോട്ടവും നാൽപ്പുകളും ഞാനൊരു പാവപ്പെട്ട ആൾക്ക് കൊടുത്തോട്ടെ, പകരം ഒരു തോട്ടം നിങ്ങൾക്ക് ഞാൻ തരാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ ഉമ്മു ഐമൻ പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, പറ്റില്ല നബിയെ, പറ്റില്ല, ഞാൻ തരില്ല. അങ്ങനെ പറഞ്ഞു, ഇത് ഞാൻ തരില്ല, ഇത് എനിക്ക് തന്നില്ല നബിയെ. ആ പാവപ്പെട്ടവർക്ക് അങ്ങ് എന്തോ കൊടുത്തോളൂ, എനിക്ക് തന്നത് ഞാൻ ഒരിക്കലും തിരിച്ചു തരില്ല നബിയെ. ചിരിച്ചു, പുഞ്ചിരിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെടുത്തോളൂ ഇവനെ സാരില്ല, നിങ്ങളെടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ ഹബീബ് സന്ദർശിക്കുമായിരുന്ന ഈ ഉമ്മത്തിന് വലിയ സേവനം ചെയ്യുമായിരുന്ന ഒരു മഹദിയിരുന്നു ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹാ. ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു എന്ന റസൂലുള്ളാഹിന്റെ ഇഷ്ടപ്പെട്ട സ്വഹാബി ഉണ്ടല്ലോ, അവരുടെ ഉമ്മയാണ് ഈ ഉമ്മു ഐമൻ റളിയല്ലാഹു. ഉസാമത്ത് തങ്ങളുടെ ഉമ്മയാണ്. റസൂലുള്ളാഹി വഫാത്തായോ ഇമാം ബുഖാരി തങ്ങളും മുസ്ലിം എന്നവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറ്റെടുത്തപ്പോൾ പറഞ്ഞു, യാ ഉമർ, ഉമറേ ഇദ്ഹബ് ബിനാ ഇലാ ഉമ്മി ഐമൻ, നമുക്ക് ഉമ്മു ഐമനെ പോയി ഒന്ന് കണ്ടാലോ ഉമറേ, നിങ്ങൾ വാ. നസൂറുഹാ, ഉമ്മു ഐമനെ നമുക്ക് സന്ദർശിക്കാം. കമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂറുഹാ, അല്ലാഹുവിന്റെ റസൂൽ ഉമ്മു ഐമനെ സന്ദർശിച്ചിരുന്നത് പോലെ നമുക്കും സന്ദർശിക്കാം. വഫാത്തായില്ലയോ ഉമ്മു ഐമനെ നബി തങ്ങൾ എപ്പോൾ കാണാറുണ്ടല്ലോ. സിദ്ദീഖ് തങ്ങൾ വിളിക്കുന്നു, ഉമർ എന്നവർ, ഉമറേ വാ, നമ്മ രണ്ടുപേർക്കും ഒന്ന് പോയി കണ്ടാലോ എന്ന്. സന്ദർശനം, സ്നേഹം, അങ്ങനെ ഗോളങ്ങൾ, കോണ്ടിനെന്റ് അപ്പുറമുള്ളവരുമായി വലിയ ബന്ധമാണ്. സ്വന്തം അയൽവക്കക്കാരാണ് നാട്ടുകാരെ മൊത്തം, രാജ്യങ്ങൾക്ക് പുറത്തുള്ളവരൊക്കെ അറിയാം, സ്വന്തം ആളുകളില്ല. റസൂലുള്ളാഹി തങ്ങളുടെ ഈ രണ്ട് സ്വഹാബിമാർ ഉമ്മു ഐമൻ ബീവിയെ കാണാൻ ചെന്നപ്പോ ഉമ്മു ഐമൻ കരയാൻ തുടങ്ങി, വല്ലാത്ത കരച്ചില്. സിദ്ദീഖ് എന്നവർ ചോദിച്ചു, മാലകി തബ്കീൻ, ഉമ്മു ഐമനെ എന്തിനാ നിങ്ങൾ കരയുന്നത്? അമാ തഅലമീന, നിങ്ങൾക്കറിയില്ലയോ അന്നമാ ഇൻദല്ലാഹി ഖൈറുൻ ലിറസൂലില്ലാഹ്, നബി തങ്ങൾ വഫാത്തായി പോയതിലെ സങ്കടമാണ്. ഹബീബ് വഫാത്തായി പോയെങ്കിൽ എന്തേ ഉമ്മു ഐമനെ, ഈ ലോകത്തെ ചൂടിനെക്കാളും ഈ ലോകത്തെ കഷ്ടപ്പാടിനെക്കാളും ഹബീബിനെതിരെ നീളുന്ന ശത്രുക്കളുടെ ആക്രോശങ്ങളെക്കാളും അല്ലാഹു റഫീഖുൽ അലയല്ലേ ഹബീബിന്റെ അടുത്തത്. എന്തിനാ ഹബീബ് വഫാത്തായതിൽ ഉമ്മു ഐമനെ നിങ്ങൾ കരയുന്നത് എന്ന് സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും ചോദിച്ചപ്പോ ഉമ്മു ഐമൻ ബീവി പറഞ്ഞു, എനിക്കറിയാം നബി ഞങ്ങൾക്ക് ഖൈറാണ് മരണം. ഞാൻ കരയുന്നത് ആകാശ ലോകത്ത് നിന്ന് അന്നെപ്പോഴും ജിബ്രീൽ അലൈഹിസ്സലാം വരുമായിരുന്നല്ലോ. അള്ളാഹുവിന്റെ വർത്തമാനങ്ങൾ നമുക്ക് നബി കേൾപ്പിച്ചു തരുമായിരുന്നല്ലോ. പുതിയ പുതിയ ചരിത്രങ്ങൾ, പുതിയ പുതിയ സംഭവങ്ങൾ, ദിക്റുകൾ,
ഇബാദത്തുകൾ അല്ലാഹുവിന്റെ ആലമുൽ മലകൂത്തിന്റെ വിവരങ്ങൾ അഷ്റഫുൽ ഖൽഖിന്റെ നാവിലൂടെ വഹി കൊണ്ട് കിട്ടിക്കൊണ്ടിരുന്ന ആ വഹി നിലച്ചു പോയില്ലേ, അതുകൊണ്ടാണ് ഞാൻ സങ്കടപ്പെട്ട് കരയുന്നത് എന്ന് പറഞ്ഞപ്പോ മഹാനായ സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും പൊട്ടിക്കരഞ്ഞു പോയിട്ടുണ്ട്. ഉമ്മൈമൻ ബീവിയുടെ വീട്ടിൽ അത് റസൂലുള്ളാഹി സന്ദർശിക്കുമായിരുന്ന ഒരു സാധാരണക്കാരി വല്യമ്മയാണ്, ഉമ്മൂമ്മയാണ്. ആരാരും കൂട്ടിനില്ലാത്ത ഒരു പാവം ഉമ്മയെ അവിടെ ചെന്ന് സഹായം ചെയ്തു കൊടുക്കാനാണ് നബി തങ്ങൾ ചെല്ലുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ അയൽപക്കങ്ങളിൽ പട്ടിണി കിടന്നിട്ട് നമ്മൾ അറിയാതെ പോകുന്നുവെങ്കിൽ മുഅ്മിനെ, നമ്മളൊന്ന് കണ്ണു തുറക്കണം. ഹബീബിന്റെ ചര്യ നാട് നീളെ നടന്നു ചെന്ന് ആരൊക്കെ കഷ്ടപ്പെടുന്നുണ്ടോ, ആരൊക്കെ രോഗികളുണ്ടോ, ആരൊക്കെ പ്രയാസപ്പെടുന്നുണ്ടോ, ആർക്ക് ബുദ്ധിമുട്ടുണ്ടോ, അവിടെ ചെന്ന് സഹായം ചെയ്തു കൊടുത്തിരുന്ന ഹബീബാണ് എന്റെയും നിങ്ങളുടെയും ഹബീബുല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദർശനമാണ് നമ്മുടെ ചർച്ച നമ്മൾ അവസാനിപ്പിച്ചുകൊണ്ട്. മഹാനായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിമാരിൽ രണ്ടുപേർ, സൽമാൻ റളിയല്ലാഹു അൻഹു, അബൂ ദർദാ റളിയല്ലാഹു അൻഹു, രണ്ട് സ്വഹാബിമാർ പരസ്പരം സന്ദർശിക്കും. സൽമാൻ എന്നവർ ഫഖീഹുസ് സ്വഹാബ, സ്വഹാബാക്കളിലെ ഫിഖ്ഹുള്ള മഹാനാണ്, മസ്അലകൾ പഠിച്ച മഹാനാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അബൂ ദർദാ ആണെങ്കിലോ ആബിദുസ് സ്വഹാബ, സ്വഹാബത്തിൽ ഏറ്റവും ഇബാദത്തുള്ള മഹാനാണ് അബൂ ദർദാ റളിയല്ലാഹു അൻഹു. അന്ന് സൽമാൻ എന്നവരെ കാണാൻ വന്നു. വീട്ടിൽ വന്നപ്പോ സൽമാൻ എന്നവർ ഒരുപാട് ഇൽമു പറഞ്ഞു കൊടുത്തു. വലിയ സന്തോഷായി. സൽമാൻ എന്നവരറിയാം, അബൂ ദർദാ എന്നവര് വല്ലാതെ ഇബാദത്ത് ചെയ്യുന്ന മഹാനാണ്. അതുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞു, അബൂ ദർദാ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്കൊന്ന് വന്നോട്ടെ. വന്നോളൂ, ക്ഷണിച്ചാ നമുക്ക് ഏത് സമയത്തും പോവാന്നാണ്. പക്ഷേ നമ്മൾ അതിഥികളായി ചെല്ലുമ്പോഴേ ഈ അതിഥി എന്ന മലയാള വാക്കിന് തന്നെ അങ്ങനെ തിഥി സമയം നോക്കാതെ വരുന്ന ആൾക്കാണ് അതിഥി എന്ന് പറയാം. അവരെപ്പോഴും കയറുക, അപ്പോഴാണ് അതിഥിയാ, സമയം പറയാതെ. പക്ഷെ ശറഇന്റെ കാഴ്ചപ്പാടിൽ നമ്മൾ വിളിച്ചു പറഞ്ഞിട്ട് വരണമെന്നും, ഉച്ചഭക്ഷണത്തിന്റെ നേരത്തൊരു വീട്ടിലേക്ക് മിണ്ടാതെ കയറി വരാൻ പാടില്ല, രാത്രി ഭക്ഷണത്തിന്റെ നേരത്ത്, പിന്നെ അന്തിയുറങ്ങാൻ ആദ്യം അറിയിക്കാൻ വീട്ടിൽ അന്തിയുറങ്ങരുത്, ഇങ്ങനെയൊക്കെ ശറഇൽ നിയമങ്ങൾ. അപ്പൊ പറയാറുള്ളത് അസ്റിന്റെയും മഗ്രിബിന്റെയും ഇടയിൽ, ളുഹറിന്റെ മുമ്പുള്ള സമയം, ഉച്ചയൂണ് കഴിഞ്ഞ് മഗ്രിബ് ഇശാ വരെയുള്ള സമയം, ഇതൊക്കെ സന്ദർശനത്തിന് നല്ലത്. പറയാതെ പോവുകയാണെങ്കിൽ, മിണ്ടാതെ നമ്മൾ കയറി ചെല്ലുകയാണ്, നമ്മൾ ഒരുങ്ങി വീട്ടുകാർ ഉച്ചഭക്ഷണത്തിരികൾ വരുന്നത് ഭക്ഷണം തികയാതെ വലിയ വിഷമായിരിക്കും. അവര് താമസിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടില്ല, അവർ താമസിക്കാൻ ഒരുങ്ങി വരികയാണ്, സൗകര്യമില്ലാത്ത വീടാണ്, വലിയ പ്രയാസം ഉണ്ടായിരിക്കും. അപ്പോ ഭക്ഷണ നേരത്തെ മെയിൻ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, അല്ലെങ്കിൽ അവര് വരാൻ വേണ്ടിയൊക്കെ ചെയ്യാം, നമ്മൾ അവരാതെ കയറി ചെല്ലുകയാണ്. അപ്പൊ എന്ത് ചെയ്യരുത്? അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സൽമാനെ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വന്നോളൂ, കുൽ മഈ, നിങ്ങൾ എന്റെ കൂടെ ഭക്ഷണം കഴിച്ചോളൂ. ഇനിയാണ് അബൂ ദർദാ റളിയല്ലാഹു അൻഹു സൽമാൻ എന്നവരെ സ്വീകരിച്ചു. സൽമാൻ എന്നവർക്ക് ഭക്ഷണം കൊടുത്തു. സൽമാൻ എന്നവർ ചോദിച്ചു, സൽമാൻ എന്നവർക്കറിയാം അബൂ ദർദാ വല്ലാത്ത ഇബാദത്തുള്ള ആളാണ്. പക്ഷെ ഇബാദത്ത് കൂടുമായിട്ട് ഒരു ലിമിറ്റ് നല്ലതാണ്. ഒരുപാട് ഇബാദത്തായിട്ട് ഭ്രാന്തായി പോകണ്ട, അങ്ങനെ പോകരുത്. എന്ത് ചെയ്യുക? ഒരു ബാലൻസ് കീപ്പ് ചെയ്യണം. ഇപ്പോഴൊരു ബാലൻസ് വേണം. ഒരുപാട് പേടിച്ച് അങ്ങോട്ട് എന്തോ പേടിയായി പോവുക, അങ്ങനെ ആവരുത്. അള്ളാഹുവിന്റെ റഹ്മത്തിൽ പ്രതീക്ഷ വേണം, അള്ളാഹുവിന്റെ അദാബിനെ പേടി, രണ്ടും വേണമെന്ന്. വെറും പ്രതീക്ഷയിട്ട് ഞാൻ രക്ഷപ്പെടും ഉറപ്പാണ്, അങ്ങനെ പറയരുത്. അല്ലെങ്കിൽ എന്റെ കാര്യം പോക്കാണ്, അള്ളാഹുവിനെ ശിക്ഷിച്ചേക്കും, അങ്ങനെ വിചാരിക്കരുത്. അള്ളാഹു രണ്ടിന്റെയും ഇടയിലായിട്ട്. അള്ളാഹു ശിക്ഷിക്കുമോ? എന്നാൽ അള്ളാഹുവിന്റെ കാരുണ്യമുണ്ടല്ലോ, രണ്ടിന്റെയും ഇടയിലാണ്. എന്നവരെ നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ ഇബാദത്തുകളാണ്, അത് ഇച്ചിരി വീഴ്ച വരുത്തി. അത് സന്ദർശിച്ചപ്പോഴാണ് മനസ്സിലായത്. ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ സൽമാൻ എന്നവരോട് പറഞ്ഞു, സൽമാൻ തിന്നോളൂ. സൽമാൻ ചോദിച്ചു, നിങ്ങൾ തിന്നണില്ലേ? എനിക്ക് സുന്നത്ത് നോമ്പാ. സൽമാൻ എന്നവർക്കറിയാം നിത്യേന നോമ്പെടുക്കുന്ന ആളാണ്, അതിന്റെ ആവശ്യമില്ല എന്ന് അറിയാം. അത്രക്കങ്ങ് ഓവണ്ട. നല്ല ചെറുപ്പക്കാരി പെൺകുട്ടി ഭാര്യ. പക്ഷെ ആ പെൺകുട്ടിയൊക്കെ അന്ന് മുഷിഞ്ഞിട്ടാക്കിയ, വളരെ മുഷിഞ്ഞ വസ്ത്രം. അപ്പോ അബൂ ദർദാ എന്നവർ പറഞ്ഞു, അബൂ ദർദാ എന്നവരോട് സൽമാൻ എന്നവർ പറഞ്ഞു, അബൂ ദർദാ നിങ്ങൾ ആ സുന്നത്ത് നോമ്പ് മുറിച്ചോളൂ. സുന്നത്ത് കൂടെ രണ്ടുപേരും കഴിച്ചു. വന്ന് താമസിക്കാൻ വേണ്ടി വന്നതാണ്. അബൂ ദർദാ എന്നവരുടെ ഇബാദത്ത് കണ്ടു നല്ല രസം തോന്നി.
ഉറങ്ങി 1 മണിക്കൂർ കഴിഞ്ഞപ്പോ അബൂ ദർദ എഴുന്നേറ്റ് നിസ്കരിക്കാം. ഒരൊറ്റപ്പിടുത്തം കുപ്പായത്തിന് കിടക്ക അവിടെ എന്ന് പറഞ്ഞു. ഉറങ്ങ്, ഞാൻ നിസ്കരിക്കാം. ഈ കുറച്ച് ഉറങ്ങാദ്യം. കുറച്ച് കഴിഞ്ഞ് വീണ്ടും പൊന്തി, വീണ്ടും പിടിച്ചു താഴ്ത്തി, അവിടെ കിടക്കുക. അങ്ങനെ സുബ്ഹിന്റെ 1 മണിക്കൂർ മുമ്പ് എഴുന്നേറ്റപ്പോ പറഞ്ഞു അബൂ ദർദ, ഇത് കറക്റ്റ് സമയമാണ്, നീ എഴുന്നേറ്റോളൂ, ഇപ്പൊ നിങ്ങൾക്ക് നിസ്കരിക്കാം. പക്ഷേ കിടന്നുറങ്ങുമ്പോഴേ എഴുന്നേറ്റിട്ട് രാത്രി ഉറക്കമില്ലാതെ തളർന്നിട്ട് ശരീരം ക്ഷീണിപ്പിക്കാൻ പാടില്ല അബൂ ദർദ എന്ന് സൽമാൻ എന്നവര് ഓർമ്മിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഇന്നലി റബ്ബിക അലൈക ഹഖ്ഖാ, അല്ലാഹുവിനോട് ബാധ്യതയുണ്ട്. അതോടൊപ്പം ഇന്നലി നഫ്സിക അലൈക ഹഖ്ഖാ, നിങ്ങളുടെ ഉറങ്ങാൻ, നല്ല ഭക്ഷണം കഴിക്കാൻ. വലിഅൈനിക അലൈക ഹഖ്ഖാ, അബൂ ദർദ കണ്ണുകൾക്ക് നിങ്ങൾ അവകാശം വകവെച്ചു കൊടുക്കണം. വലി അഹ്ലിക അലൈക ഹഖ്ഖാ, നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളിൽ അവകാശമുണ്ട്. ഭാര്യ മുഷിഞ്ഞ വസ്ത്രമിട്ട് നടക്കുമ്പോ സൽമാൻ എന്നവർ ചോദിച്ചിട്ടുണ്ട് അവരോട്, മാലകി അസ്ബഹതി അജൂസൻ ഫിൽ ബൈതി, പെണ്ണേ നിങ്ങൾക്ക് എന്ത് പറ്റി, ഈ വീട്ടില് നിങ്ങൾ വയസ്സെത്തിയാണോ എന്ന് ചോദിച്ചപ്പോ അബൂ ദർദ എന്നവരുടെ ഭാര്യ പറഞ്ഞു, സൽമാൻ എന്നവരെ, അമ്മൻ നഹാറു ഫസായിമുൻ, എന്റെ ഭർത്താവ് പകലിൽ മുഴുവനും നോമ്പുകാരനാണ്. രാത്രിയാണെങ്കിലോ നടക്കുന്നത് ഇന്ത്യ വസ്ത്രമൊന്നും വേലക്കാരിയാണ്. അത് സൽമാക്കി. ഒരു കുടുംബമാകുമ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, പുരുഷന്മാരെ നിങ്ങൾ ഡെയിലി കുളിക്കണം, വിയർപ്പോടുകൂടെ പല്ല് തേക്കാതെ ഭാര്യമാരുടെ കൂടെ ചെന്ന് കിടക്ക്. നിങ്ങൾ ഭംഗിയോടെ നിങ്ങളുടെ ഭാര്യമാരരികത്ത് ചെല്ലണം. ഏതുപോലെ നിങ്ങളുടെ ഭാര്യമാർ നിങ്ങൾക്ക് ഭംഗിയാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ, അതുപോലെ അവർക്ക് ആഗ്രഹമുണ്ട് നിങ്ങളിലും ഭംഗി വേണമെന്ന്. ഇത് ഓരോരുത്തരും മനസ്സിലാക്കിയാൽ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും. ഇബ്നു അബ്ബാസ് തങ്ങളുടെ ഈ വാക്കാണ് പിക്കുന്ന അബൂ ദർദ, ഉറങ്ങണം, നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളോട് കടപ്പാടുണ്ട്. നേരം വെളുത്തപ്പോ അബൂ ദർദ എന്നവർ ഓടുകയാണ് ഹബീബിന്റെ അരികത്തേക്ക്. റസൂലുള്ളാഹി തങ്ങളോട് പരാതി പറയുന്നു, നബിയേ, സൽമാൻ എന്റെ വീട്ടിലേക്ക് വന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് ചെയ്തത് നബിയേ, ഇങ്ങനെയൊക്കെയാണ് എന്നോട് പറയുന്നത്. രാത്രി മുഴുവൻ നിസ്കരിക്കണ്ട, ഉറങ്ങണം, ഉറങ്ങണം. രാത്രി അവസാനം സുബഹിയുടെ 1 മണിക്കൂർ മുമ്പ് എഴുന്നേറ്റാൽ മതി. എന്നും നോമ്പെടുക്കണ്ട, ഒന്നിടവിട്ട ദിവസങ്ങളിൽ മതി. റമളാൻ അല്ലാത്ത സുന്നത്ത് നോമ്പുകളെ കുറിച്ചാണ് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂലിനോട് പരാതി പറഞ്ഞപ്പോ നബി തങ്ങളുടെ മറുപടി എന്താണ്? സ്വദഖ സൽമാൻ, സ്വദഖ സൽമാൻ, സ്വദഖ സൽമാൻ, സൽമാൻ മിൻക യാ ഉവൈമിർ. അബൂ ദർദ, നിങ്ങളെക്കാളും സൽമാനിന് ദീനീ ബോധമുണ്ട്. സൽമാൻ പറഞ്ഞത് സത്യമാണ്, സൽമാൻ പറഞ്ഞത് സത്യമാണ്, സൽമാൻ പറഞ്ഞത് സത്യമാണ്. 3 തവണ ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സന്ദർശനങ്ങളിലൂടെ കിട്ടിയ ഇൽമുകളാണിത്. ഹബീബായ നബി തങ്ങൾ ഹബീബിന്റെ പ്രിയപ്പെട്ട പരിചാരകനായ അനസ് എന്നവരുടെ കൊച്ചനുജൻ പാലുകൂടി നിർത്തിയിട്ടുള്ളൂ എന്നാ പറയാ. 2.5 വയസ്സ് 3 വയസ്സ് പ്രായമുള്ള കുട്ടിയാണ് അബൂ ഉമൈർ. യാ അബാ ഉമൈർ മാ ഫഅലൻ നുഗൈർ, അബൂ ഉമൈറെ, നിങ്ങളുടെ പക്ഷിയുടെ വർത്തമാനം എന്താണെന്ന് എപ്പോഴും ചോദിച്ചു വരുന്ന നബിയോ. അന്നൊരിക്കൽ സങ്കടപ്പെട്ടിരിക്കുന്ന അബൂ ഉമൈർ എന്ന കുഞ്ഞിനെ നബി തങ്ങൾ സന്ദർശിക്കാൻ വന്നിട്ട് ചോദിച്ച ചോദ്യമാണ്, മോനെ, നിന്റെ പക്ഷിക്ക് എന്ത് പറ്റി? എന്റെ കുട്ടി മരിച്ചു നബിയെ പറഞ്ഞപ്പോ സമാണ് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബിന്റെ സ്വഭാവ ഗുണങ്ങൾ അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബിന്റെ ഒരു വിനയമാണ് ഈ ഹദീസിലൂടെ പഠിക്കേണ്ട അവസാനത്തെ ഒരു വിഷയം. ഹബീബിന്റെ താഴ്മ നോക്കണം. ഒരു കുട്ടിയുടെ വീട്ടിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ ചെല്ലുന്നു, അവിടെ അഹങ്കാരം തോന്നരുത്. ഒരു കുഞ്ഞിനെ കാണാൻ ചെല്ലുന്നത് എന്റെ സ്ഥാനത്തോട് യോജിക്കില്ലല്ലോ എന്നൊന്നും തോന്നല്ലേ. മൻ തവാദഅ ലില്ലാഹി റഫഅഹുല്ലാഹ്, അല്ലാഹുവിന് വേണ്ടി താഴ്ന്നു കൊടുത്താൽ അല്ലാഹു നിങ്ങളെ ഉയർത്തും.
അല്ലാഹു നമുക്ക് ഉയർച്ച നൽകട്ടെ. അല്ലാഹു ഹബീബ് പറയും, മൻ തകബ്ബറ അലല്ലാഹി, ആരെങ്കിലും അഹങ്കരിച്ചാൽ അല്ലാഹു അവരെ തകർക്കുകയും ചെയ്യും. റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിലേക്ക്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വന്ന ഒരാൾ ഇങ്ങനെ വരാണ് ഹബീബിനെ കണ്ടപ്പോ നബിയുടെ മുഖത്തൊരു ഗാംഭീര്യം ഉണ്ടായിരുന്നു. കിപ്പണൊക്കെ പറഞ്ഞ ചില വാക്കുകളുണ്ട്. Whoever met him for the first time was filled with awe. ഹബീബിനെ ആരെങ്കിലും ആദ്യമായി കണ്ടാൽ അവരുടെ മുഖത്ത് ഒരു റെസ്പെക്ട്, ഫിയർ ആൻഡ് ഓണർ, എല്ലാം വീതിയും ബഹുമാനവും ആദരവും ഒക്കെ മിക്സ് ചെയ്ത ഒരു തരം ഫീലിംഗ്. He was filled with awe and with closer contacts attached to him. നബി തങ്ങളെ കാണുമ്പോഴേക്കും വളരെ അടുത്ത് നബി തങ്ങളോട് ഇഷ്ടപ്പെട്ടു പോകും. നബിയുടെ സ്വഭാവം അങ്ങനെയായിരുന്നു. പെട്ടെന്ന് കാണുമ്പോൾ ഒരു ഗാംഭീര്യം തോന്നുന്നതാണ്. അങ്ങനത്തെ ഒരു മുഖമായിരുന്നു ഹബീബിൻ്റെത്. അങ്ങനെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ വിറക്കാൻ ഹബീബായ തങ്ങൾ പറയുന്നു, collect yourself, take it easy, വിഷമിക്കണ്ട, സമാധാനിക്ക്. ഇന്നമാ അന ഇനു ഇംറഅത്തിൻ കാനത് തഅകുലുൽ ഖദീദ്. ദിവസങ്ങളായി ചുട്ടുവെച്ച ഉണങ്ങിയ ഇഷ്ടിക കഷ്ണം പോലെ, ഓടിൻ കഷ്ണം പോലെ ഉണങ്ങിയ റൊട്ടി വെള്ളത്തിൽ മുക്കി തിന്നിരുന്ന ഒരു ഉമ്മയുടെ മോനാണ് ഞാൻ രാജാവല്ല. എന്നെ കണ്ട് പേടിക്കുന്നത് എന്തിനാണെന്ന് മുതനബി തങ്ങൾ പറയുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. താഴെ ഇരുന്ന് ഭക്ഷണം കഴിക്കും, മകളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കും. നബി തങ്ങൾ വേലക്കാരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കും. നബി തങ്ങളുടെ ഇരുത്തം കണ്ടാൽ ഒരടിമ ഇരിക്കുകയാണോ എന്ന് തോന്നിപ്പോകും. അങ്ങനെ ഇരിക്കും. അതൊക്കെ ആ സുന്നത്ത് കാണണമെങ്കിലേ അത്തിപ്പറ്റ മൊയ്തീൻകുട്ടി മുസ്ലിയാരുടെ സദസ്സിലേക്ക് വളാഞ്ചേരിക്ക് ചെന്നാൽ മനസ്സിലാവും. ഗിരീഷ് വാലി ഉസ്താദിന്റെ പള്ളിയിലേക്കോ ഉസ്താദിന്റെ നാട്ടിലെ ഫത്തുൽ ബാഹിലേക്കോ ചെന്നിട്ട് അത്തിപ്പറ്റ ഉസ്താദിന്റെ കൂടെ ഒരു ദിവസം ഒരു നേരം ഒരു ഭക്ഷണത്തിനിരുന്നാൽ നിബിതങ്ങളുടെ ഈ ഭക്ഷണത്തിന്റെ സുന്നത്ത് കണ്ണിൽ കണ്ടിട്ടുണ്ട് പോരാൻ പറ്റും. അള്ളാഹു മഹാനവർക്ക് ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. ആ ഒരു ആദരവോടുകൂടിയുള്ള ഇരുത്തം, ബഹുമാനത്തോടുകൂടെയുള്ള ഇരുത്തം, പടിഞ്ഞിരിക്കും. ഇടത് കാല് വെച്ചിട്ട് നമ്മുടെ വലത്തെ കാല് നിവർത്തി വെച്ചിട്ടുള്ള ഇരുത്തമാണ്. അതിനാണ് ആ ഇരുത്തത്തിനാണത് പറയാം. അടിമ ഇരിക്കണ പോലെ ഇരിക്കുക. മണ്ണാലിബിനായിരുന്നത് ഇത് മനസ്സിലായി കാണും. അത് ഇടത്തെ കാല് മടക്കി വെച്ചിട്ട് അവിടെ ഇരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ കാല് നിവർത്തി വെക്കുക. മനസ്സിലായോ? ഒരടിമ ഇരിക്കുന്ന പോലെയാണ് ഞാൻ ഇരിക്കുന്നത്. ഒരടിമ ഭക്ഷണം കഴിക്കുന്ന പോലെ ഞാൻ ഭക്ഷണം കഴിക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിനയം കൊണ്ടാണ്, താഴ്മ കൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ അബാ ഉമൈർ മാ ഫഅല അൻ-നുഗീർ എന്ന് ചോദിച്ചത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്ദർശനങ്ങൾ നമ്മൾ വിശദീകരിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂറിലെ സന്ദർശന മര്യാദയുടെ ആയത്ത് കൂടങ്ങ് പറയട്ടെ. സൂറത്തുൻ നൂറിൽ അല്ലാഹു തആല 58-ാമത്തെ ആയത്ത്, ആ ആയത്തിൽ 3 സമയങ്ങളിൽ നിങ്ങൾ സന്ദർശിക്കരുത് എന്ന് പറയുന്നുണ്ട്. ഞാൻ ആയത്തോതി അവസാനിപ്പിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലിയസ്തഅദിൻകുമുല്ലദീന മലകത് അയ്മാനുകും والذين لم يبلغوا الحلم منكم 3 مرات. നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ ശരിക്ക് കേൾക്കാം. ചെറിയ മക്കള്, പ്രായപൂർത്തിയാവാത്ത മക്കള്, 4 വയസ്സ് കഴിഞ്ഞ് പ്രായപൂർത്തിക്കിടയിലുള്ള പ്രായമുള്ള മക്കളും നിങ്ങളുടെ വീടുകളിൽ യഥേഷ്ടം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വേലക്കാരോ അടിമകളോ ആകട്ടെ, അവരൊക്കെയും സമ്മതം ചോദിക്കണം. 3 സമയത്ത് പ്രത്യേകിച്ച് ബന്ധമാണ്. സമ്മതം ചോദിച്ചിട്ടേ വീടിന്റെ ഉള്ളിലെ
പ്രായപൂർത്തിയായ ഒരാണോ ഒരു പെണ്ണോ താമസിക്കുന്ന റൂമിലേക്ക് ജ്യേഷ്ഠത്തിയുടെയോ ഉമ്മയുടെയോ അനുജന്റെയോ ജ്യേഷ്ഠന്റെയോ റൂമുകളിലേക്ക് പ്രായപൂർത്തിയായ ഇവരുടെ റൂമുകളിലേക്ക് ചൊല്ലുമ്പോ 3 സമയത്ത് ചെറിയ മക്കള് പോലും സമ്മതം ചോദിക്കണം. ഈ 3 നേരം അല്ലാത്തപ്പോഴ് പ്രായപൂർത്തി അല്ലാത്തവരെ സമ്മതം ചോദിക്കേണ്ടതില്ല. ഈ സമയങ്ങളിൽ പ്രായപൂർത്തി അല്ലാത്തവരും സമ്മതം ചോദിക്കണം. എന്താണത്? മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്ർ, സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പ്. നിങ്ങൾ ഉറങ്ങാണ്, സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പ് എന്തെങ്കിലും പേടിച്ചിട്ടോ ജ്യേഷ്ഠനെ വിളിക്കാനോ അനുജനെ വിളിക്കാനോ എന്തെങ്കിലും സാധനം വെക്കാനോ റൂമിലേക്ക് മക്കളോ ഉമ്മയോ ജ്യേഷ്ഠനോ അനുജത്തിയോ കയറി ചെല്ലുമ്പോ വാതിൽക്കൽ സമ്മതം ചോദിക്കും അവരോട്, ഞാൻ വരട്ടെ എന്ന്. ഒരു മനുഷ്യന്റെ ഔറത്ത് കാണാനിടയുള്ള നേരമാണത്. അതുകൊണ്ട് ഉറങ്ങല്ലേ സുബ്ഹിന്റെ മുമ്പ്. ഉച്ചഭക്ഷണം കഴിഞ്ഞ് വിശ്രമിക്കുന്ന ഒരു ശീലം ഇസ്ലാമിക രാജ്യങ്ങളിൽ, അറബ് സംസ്കാരങ്ങളുണ്ട്. ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ടൊരു വിശ്രമം. ഗൾഫിലൊക്കെ ഉണ്ടല്ലോ ഒരു ഉച്ചക്കൊരു ബ്രേക്ക് 2 മണിക്കൂർ അല്ലേ? അത് ഈ സംസ്കാരാണത്. ഉച്ച കഴിഞ്ഞിട്ടൊരു ചെറിയ വിശ്രമം. ആ സമയം ശരീരത്തിന്റെ വസ്ത്രങ്ങൾ നീങ്ങിപ്പോയേക്കാം. ഒരാൾ സമ്മതം ചോദിക്കാതെ കയറി വന്നാൽ മനുഷ്യന്റെ ഔറത്ത് കണ്ടുപോയേക്കും. അതുകൊണ്ട് ഉച്ച കഴിഞ്ഞുള്ള വിശ്രമ സമയം ചോദിക്കണം. കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. 3-ാമത്തെ സമയം നിങ്ങൾ കിടന്നുറങ്ങാൻ പോകുന്ന ഇശാഇന് ശേഷമുള്ള സമയം. നിങ്ങൾ ബെഡ്റൂമിൽ ഉറങ്ങാൻ കിടക്കുന്ന നേരമേതോ ഇശാ കഴിഞ്ഞാൽ നോർമലി ഉറങ്ങണമെന്നാണ്. ആ സമയങ്ങളിൽ നിങ്ങൾ സമ്മതം ചോദിക്കാൻ പഠിപ്പിക്കണം. 3 ഔറാത്തിൽ ലക്കും, ഇത് നിങ്ങളുടെ 3 ഔറത്തുകളാണ്, സ്വകാര്യതകളാണ്. ഉറങ്ങുന്ന നേരം, ഉണർവിന് മുമ്പുള്ള സുബ്ഹിക്ക് മുമ്പുള്ള നേരം, ഉച്ചക്ക് നിങ്ങൾ വിശ്രമിക്കും, നിങ്ങളുടെ പ്രൈവസിയാണത്. നിങ്ങൾ വാതിൽ കുറ്റിയിടാതെ കിടക്കുകയാണെങ്കിൽ ആണ് ഈ വിഷയം വരുന്നത്. അല്ലെങ്കിൽ അവർക്ക് തുറക്കാൻ നിങ്ങൾ തുറന്നു കൊടുക്കല്ലോ. ഒരാൾ തള്ളിട്ടിരുന്ന അവസ്ഥയിലാണെങ്കിൽ സമ്മതം ചോദിക്കാൻ പഠിപ്പിക്കണം. ഈ 3 നേരം കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, നോർമൽ സമയമാണ്. ചെറിയ മക്കൾ സമ്മതം ചോദിക്കേണ്ട. എന്നാൽ നിങ്ങൾ ചിലരെ വീടിന്റെ ഉള്ളിൽ നിന്ന് പോയി കാണുന്നവരാണല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ ഔറത്തോ നിങ്ങൾ കാണാൻ ഇഷ്ടപ്പെടാത്തതോ നിങ്ങളിൽ നിന്ന് കാണേണ്ട അവസ്ഥ വന്നു പോകുമോ എന്നതുകൊണ്ടാണ് അള്ളാഹു നിയമം വെച്ചത്. കദാലിക, ഇങ്ങനെ യുബയ്യിനുല്ലാഹു ലകുമുൽ ആയാത്ത് വല്ലാഹു അലീമുൻ ഹകീം. അല്ലാഹു എല്ലാം അറിയുന്നവനാണ്, എല്ലാ ഹിക്മത്തുടയവനാണ് അല്ലാഹു. സന്ദർശനം പോലും ഉറങ്ങിയതിന് ശേഷം വേണ്ട, സുബഹിന്റെ തൊട്ട് മുമ്പ് സന്ദർശിക്കാൻ വരണ്ട. ഉച്ചനേരത്തെ വിശ്രമ നേരത്തും സന്ദർശിക്കരുത്. ഖുർആൻ പറയും. അല്ലാഹു നമുക്ക് റസൂലുള്ളാഹി തങ്ങളുടെ ചെകൾ പിൻപറ്റി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ ഫീ നിഅമഹു യുകാഫിഉ മസ്ദഹ. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങൾക്ക് പുറത്തു തരണേ തമ്പുരാനേ. റഹ്മാൻ റബ്ബേ, ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. മാതാപിതാക്കൾ, ഉസ്താദുമാർ, സ്നേഹിതന്മാർ, കൂട്ടുകാർ എല്ലാവർക്കും പുറത്തു കൊടുക്കണേ തമ്പുരാനെ. റബ്ബേ, അല്ലാഹുവേ 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 അല്ലാഹുവേ, ഞങ്ങളിൽ പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾക്ക് നീ പരിഹാരം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഇവിടെ ദുആ ഇറക്കാൻ പ്രത്യേകം സംഭാവന നൽകി ഏൽപ്പിച്ച ആളുകളുണ്ട്. അല്ലാഹുവേ, ഇവർക്കൊക്കെ നീ സദുദ്ദേശങ്ങൾ നിറവേറ്റണമേ അല്ലാഹ്. അബൂബക്കർ ഹാജി രോഗശമനത്തിന് വേണ്ടി ദുആ ഇറക്കാൻ പറഞ്ഞു 10,000 രൂപ. അല്ലാഹുവേ, നീ കൊടുക്കണേ റബ്ബേ. അബൂബക്കറിന്റെ ഇവർക്കാണ് ദുആ ഇറക്കാൻ വേണ്ടി. അല്ലാഹുവേ, നീ ശമനം കൊടുക്കണേ തമ്പുരാനെ.
സംസാരിക്കാൻ പ്രയാസമുള്ള കുട്ടിക്ക് വേണ്ടി ദുആയിരക്കാൻ വേണ്ടി പള്ളിയുടെ കറണ്ട് ബില്ലിലേക്ക് 1000 രൂപ അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ നൽകുന്നു പറഞ്ഞിട്ടുണ്ട്. റബ്ബേ, ആ കുഞ്ഞിന് സംസാരശേഷി നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, അടുത്ത് മരണപ്പെട്ടു പോയ KV ഇഖ്ബാൽ, തൊടുവയിൽ അബ്ദുറഹ്മാൻ, അബൂബക്കർ, MV അഹമ്മദ്, AP ഷൗക്കത്ത്, അല്ലാഹുവേ എല്ലാവർക്കും മഗ്ഫിറത്ത് കൊടുക്കണേ റബ്ബേ. ഇവിടെ നേരായ വഴി എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഒരുപാട് ദുആ വസിയത്തുകളുണ്ട്. അതിലൊരു സഹോദരിയുടെ ഉമ്മ ജമീല കുരി, അല്ലാഹുവേ നീ മഗ്ഫിറത്ത് കൊടുക്കണേ തമ്പുരാനെ. ഈ വാട്സപ്പ് കൂട്ടായ്മ, ഇൽമിന്റെ ദീനിന്റെ വാഴകൾ പ്രസരണം ചെയ്യുന്ന ഈ കൂട്ടായ്മ 1,00,000 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ നീ ആരൊക്കെ കാരണക്കാരാണോ അവർക്ക് പ്രതിഫലം കൊടുക്കണേ തമ്പുരാനെ. ഒരു സഹോദരി, അവർക്ക് നല്ല മക്കളുണ്ടാവാൻ ദുആയിരക്കം പറഞ്ഞിട്ടുണ്ട്. കൺകുളിർമ മക്കളെ കൊടുക്കണേ റബ്ബേ. ഗൾഫിലെ സഹോദരൻ, അദ്ദേഹത്തിന്റെ ഓടത്തിലും മറ്റും ഇരിക്കുന്ന പ്രയാസം ദുആയിരക്കം പറഞ്ഞേ. പള്ളിയുടെ നവീകരണ പ്രവർത്തനത്തിന് വേണ്ടി സാമ്പത്തികമായും ശാരീരികമായും നാട്ടിലും പുറത്തുമുള്ള ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട് റബ്ബേ. നീ അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും അനുഗ്രഹം കൊടുക്കണേ റബ്ബേ. വേളത്തുനിന്ന് കൊല്ലപ്പെട്ട നസ്രുദ്ദീൻ എന്ന സുഹൃത്തിന്റെ, ആ ചെറുപ്പക്കാരന്റെ ആണ്ടാണ് റബ്ബേ. നീ മഗ്ഫിറത്ത് കൊടുക്കണേ തമ്പുരാനെ. ചെറിയ പരിക്ക് പറ്റിയിട്ട് അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. ആമീൻ. റഹ്മാനുറഹീമായ ഇവിടെ ഒരു വലിയൊരു അപേക്ഷ വന്നിട്ടുണ്ട്. ഇപ്പൊ എറണാകുളം ആശുപത്രി